കർത്താവിൻ്റെ ദാസന്മാര്, ഹല്ലേലൂയ, ജോസഫ് ആൻഡ് പാസ്റ്റർ കുടുംബം, ഹല്ലേലൂയ, ദൈവജനം, ബാക്കി എല്ലാ പാസ്റ്റേഴ്സ് എല്ലാവരെയും ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിച്ചു കൊള്ളുന്നു. നന്ദിയോടെ സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നുള്ള ഒരു 2 പാട്ടൊന്ന് പാടിക്കൊണ്ട് ഞാൻ തുടങ്ങിക്കോട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയോ, നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയിടാതിരുന്നിടുമോ. സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞ പോലെ ഞാൻ തൊട്ടതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ഞാൻ അനുഭവിച്ചതും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളോട് വചനത്തിൽ കൂടി സംസാരിച്ചുമായ ചില വിഷയങ്ങളാണ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സാക്ഷ്യമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ സാക്ഷ്യം ഹല്ലേലൂയ ദൈവജനത്തോട് ഞാൻ ഹല്ലേലൂയ പറയാൻ പോകുന്ന ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഹല്ലേലൂയ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഓർത്തഡോക്സ് മെന്റാലിറ്റിയുള്ള ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ഞാൻ വളർത്തപ്പെട്ടത്. അങ്ങനെയുള്ള മാതാപിതാക്കൾ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഹല്ലേലൂയ ഒരു ചുറ്റുപാടിൽ എന്നെ വളർത്തിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. ആത്മീയ വിഷയങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം. ഒരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള ഹല്ലേലൂയ സ്തോത്രം നമസ്കാര ക്രമങ്ങൾ, ഹല്ലേലൂയ കൗമാകൾ, ഉറങ്ങാനുള്ളത്, ഹല്ലേലൂയ വെളുപ്പിന് പ്രഭാതത്തിലുള്ളത്, അങ്ങനെയുള്ള കൗമാക്രമങ്ങളൊക്കെ ആയിരുന്നു ഹല്ലേലൂയ സ്തോത്രം എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മാതാപിതാക്കൾക്ക് അവർ 2 പേരും അധ്യാപകരായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. ഞങ്ങൾ 2 സഹോദരിമാരാണ്. ഞാനാണ് മൂത്തത്. എൻ്റെ ഇളയ ഒരു സഹോദരി. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. അധിക സമയങ്ങളിലും ഹല്ലേലൂയ ഞാനൊരു തനിയാണ് ഹല്ലേലൂയ എൻ്റെ ഭവനത്തിലായിരിക്കുന്നത്. എൻ്റെ സഹോദരി, എൻ്റെ മാതാവ് ജോലിയുള്ളത് കൊണ്ട് ഹല്ലേലൂയ എൻ്റെ സഹോദരിക്ക് 2 മാസം പ്രായമായപ്പോൾ മുതൽ എൻ്റെ മാതാവിൻ്റെ പേരൻസിൻ്റെ വീട്ടിൽ അവരാണ് അവളെ ഒരു 5 വയസ്സ് വരെ വളർത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് വെക്കേഷനൊക്കെ ഉള്ളപ്പോൾ കൊണ്ടുവരും, അല്ലെങ്കിൽ അമ്മയ്ക്ക് ലീവ് കിട്ടുമ്പോൾ പോയി കാണും. അങ്ങനെയൊക്കെ ആയിരുന്നു. അധിക സമയം ഞാനാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അവർ ഹല്ലേലൂയ ആത്മീയ വിഷയങ്ങളിൽ ഹല്ലേലൂയ നമസ്കാര ക്രമങ്ങളൊക്കെ ചൊല്ലേണ്ടതിന് ഹല്ലേലൂയ അവർ എന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് 2 അതിനൊന്നും അധികം സമയം കിട്ടാറില്ല. ദൈവത്തിന് അവർ പ്രാർത്ഥിച്ച് കിടക്കും, ഇത്രയൊക്കെ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. വെളുപ്പിനെയൊക്കെ 4 മണിയാകുമ്പോൾ വിളിച്ചുകൊണ്ടിട്ടും ആ നമസ്കാര ക്രമങ്ങളൊക്കെ വായിക്കണമെങ്കിൽ നോയമ്പൊക്കെ ആകുമ്പോൾ ഒത്തിരിയുണ്ട്. അതൊക്കെ വായിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. പകുതി സമയം ഉറങ്ങും. അങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ എഴുന്നേൽക്കും. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ അങ്ങനെയുള്ള ആത്മീയ വിഷയങ്ങളിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തിരുവചനം വായിക്കുക എന്ന് പറഞ്ഞാൽ അത് സങ്കീർത്തനമാണ്. അത് ഞാൻ കൂടുതലും വായിക്കുന്ന 23-ാം സങ്കീർത്തനം. അത് മാത്രം എൻ്റെ മനസ്സിലുടക്കിയിട്ടുണ്ടെന്നൊന്നും എനിക്ക് ഇപ്പോൾ പറയാനൊന്നുമില്ല. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. മലയാള ഭാഷ വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് വായിക്കും. അത്ര തന്നെ. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. അങ്ങനെ എന്നെ വളർത്തിക്കൊണ്ടുവന്നു. എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഹല്ലേലൂയ സ്തോത്രം എൻ്റെ പിതാവിനൊരു രോഗം വന്നു. ആ രോഗം വന്നതുകൊണ്ട് എൻ്റെ പിതാവിന് ഒരാഗ്രഹം, അതെനിക്ക് അന്നൊന്നും എനിക്കത് മനസ്സിലായിട്ടില്ല. എൻ്റെ പിതാവിന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ഹല്ലേലൂയ. അപ്പം അദ്ദേഹത്തിന് മരിച്ചു പോകുന്നുള്ള ഒരു ഭാരം ഉള്ളതുകൊണ്ട് എൻ്റെ വിവാഹമെങ്കിലും ഒന്ന് കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം കൂടെ ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റിനോട് ഹല്ലേലൂയ അവർ തമ്മിൽ സുഹൃത്തുക്കളായി. ഹല്ലേലൂയ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുപോലെ എനിക്കൊരു മകളുണ്ട്, അതിൻ്റെ വിവാഹം ഒന്ന് നടത്തണം, അതിനുവേണ്ടി വല്ല പയ്യന്മാരുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന അടുത്ത് അദ്ദേഹത്തിന് പരിചയമുള്ള ഹല്ലേലൂയ ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ദൈവത്തിൻ്റെ നന്ദിയോടെ, ഫ്രണ്ടൊന്നും അല്ല, പുള്ളിക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരു വീട്ടിലെ ആളെന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. അങ്ങനെ പറഞ്ഞു അത് മുഖാന്തരം എൻ്റെ വിവാഹാലോചനകൾ എൻ്റെ വീട്ടിൽ നിന്ന്
എനിക്ക് എനിക്ക് സഹോദരന്മാരൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ അമ്മ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനെ, ഹല്ലേലൂയ സ്തോത്രം, അത് ഞങ്ങളുടെ വീട്ടിലെ ഹല്ലേലൂയ എന്നെ ട്യൂഷൻ പഠിപ്പിക്കാനും ആ പയ്യനെ ഹല്ലേലൂയ എൻ്റെ അമ്മയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവനെ പഠിക്കാൻ ഒത്തിരി മിടുക്കനായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. കോളേജ് വിദ്യാഭ്യാസത്തിനൊക്കെ എൻ്റെ അമ്മയാണ് അത് അമ്മയുടെ വീട്ടിൽ കൊണ്ട് നിർത്തി അമ്മയുടെ ചെലവിലൊക്കെയാണ് പഠിപ്പിച്ചത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ പയ്യനെ ഞങ്ങൾ ആ പയ്യന് എൻ്റെ കടിമൂത്തൊക്കെയാണ്. ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. എൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാൻ അദ്ദേഹം പോയി എല്ലാം ആലോചിച്ചു അറിഞ്ഞ് വന്ന് അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. ചില മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു മർത്തോമ ഫാമിലിയിൽ ഹല്ലേലൂയ സ്തോത്രം എന്നെ വിവാഹം കഴിക്കാൻ ഇടയാക്കി. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഫാമിലികളിൽ ഹല്ലേലൂയ ഒരു വീട്ടിൽ അമ്മയുടെയും അതിൻ്റെയും വീട്ടിൽ ഹല്ലേലൂയ ആരും മറ്റൊരു സമുദായത്തിൽ കല്യാണം കഴിക്കുകയോ അവിടുന്ന് കല്യാണം ഇങ്ങോട്ടെടുക്കുകയോ അവർ അത്രയ്ക്കൊരു ഓർത്തഡോക്സ് മെന്റാലിറ്റി ഉള്ളവരാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ആയിരുന്നപ്പോഴും എൻ്റെ പിതാവിൻ്റെ വീട്ടുകാർക്കും എൻ്റെ മാതാവിൻ്റെ വീട്ടുകാർക്കും ഒന്നും ഇഷ്ടമായില്ല. ഒരു മർത്തമ്മ ഫാമിലിയിൽ ഹല്ലേലൂയ എന്നെ കല്യാണം കഴിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. അതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ അവരെ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലത്തില്ല. മർത്തമ്മക്കാരും മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലത്തില്ല. തന്നെയല്ല മരിച്ചവർക്ക് വേണ്ടിയുള്ള ധൂപം വെപ്പ്, മരിച്ചവരെ ഓർക്കുന്ന ആ പരിപാടിയൊന്നും അവർക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ആ വിഷയങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ വിവാഹത്തിനല്ല എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ പിതാവിൻ്റെ അളിയനും അങ്ങനെയുള്ളവരൊന്നും വരാതെ ഇരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ വിവാഹം കഴിച്ച വീടിൻ്റെ അടുത്തല്ല, സ്ഥലത്തിനടുത്തുള്ള സ്ഥലത്തായിട്ട് പോലും അദ്ദേഹം ആ വിവാഹത്തിന് പങ്കെടുത്തില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാനന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം അങ്ങനെ എന്നെ വിവാഹം കഴിച്ചയച്ചു. അങ്ങനെ ആ ഫാമിലിയിലായി. ഹല്ലേലൂയ. അന്ന് എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയിട്ട് പിന്നെ ഒരു 9 മാസത്തോളമേ ആയിരുന്നുള്ളൂ. പാലക്കാട്ടായിരുന്നു ജോലി. എൻ്റെ പിതാവിന് ഇഷ്ടമല്ലായിരുന്നു ഗൾഫിലുള്ളവരെ കൊണ്ടുവന്ന് എന്നെ വിവാഹം കഴിപ്പിക്കുന്നതിന്. നാട്ടിലുള്ളവർ മതി എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. അങ്ങനെ നാട്ടിൽ ജോലി ഉണ്ടായിരുന്നുകൊണ്ട് ഹല്ലേലൂയ അദ്ദേഹമായിട്ടുള്ള വിവാഹം നടക്കുവാനിടയായി. ഇടയായതിനു ശേഷം അദ്ദേഹം പാലക്കാട്ടായിരുന്നു. ഞങ്ങൾ ആദ്യമൊക്കെ പോയിട്ട് ഞങ്ങളിങ്ങനെ പോന്നു. ഞങ്ങൾ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ വിവാഹം ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ ഇളയ ആളാണ് എൻ്റെ ഹസ്ബൻഡ്. മൂത്ത ആളിന് വിവാഹം അന്നൊക്കെ ഉച്ച കഴിഞ്ഞുള്ള വിവാഹം ഉണ്ടായിരുന്നു 2 മണിക്ക്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ വിവാഹം രാവിലെ നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് അവരുടെ വിവാഹം നടന്നു. ദൈവത്തിന് നന്ദി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർ ഇന്ന് അമേരിക്കയുടെ പ്രദേശത്തുണ്ട്. അവരൊക്കെ മൊത്തമായി തന്നെ നിൽക്കുന്നതാണ്. ദൈവത്തിന് നന്ദി അതിന് ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഞാൻ എൻ്റെ ഭവനത്തിൽ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ചില മാസങ്ങൾക്ക് ശേഷം ട്രാൻസ്ഫർ വാങ്ങി. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും ആ ഏരിയയിലൊക്കെ കടന്നു വരുവാനും ചില മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഭവനത്തിനടുത്തുള്ള ഒരു ഓഫീസിലേക്ക് അദ്ദേഹം ട്രാൻസ്ഫർ വരുവാനിടയായി. ഞാൻ 2 കുഞ്ഞുങ്ങളാകുന്നിടം വരെ ഞാൻ എൻ്റെ ഭവനത്തിലായിരുന്നു. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഭവനത്തിൽ പോകും. അവധിയുള്ളപ്പോഴൊക്കെ പോകും. 2-3 ദിവസം നിൽക്കും. അങ്ങനെ ഞങ്ങൾ പോവുകയും വരികയും ചെയ്യും. എൻ്റെ വീട്ടിൽ മറ്റാരുമില്ല. എൻ്റെ മാതാപിതാക്കൾ മാത്രം ഉള്ളതുകൊണ്ട് എൻ്റെ അനിയത്തി ഹോസ്റ്റലാണ്. ഹല്ലേലൂയ ദൈവത്തിന് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. അങ്ങനെ ഞങ്ങളായിരുന്ന അവസ്ഥയിൽ എൻ്റെ മകള് ഹല്ലേലൂയ സ്തോത്രം അവളെ LKG ചേർക്കാൻ വേണ്ടി ഹല്ലേലൂയ ഞങ്ങൾ വീണ്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭവനത്തിൽ പള്ളിയിലുള്ള ഒരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി താമസമാകാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടെ ചെന്നത് പോകുന്നതും വരുന്നതൊക്കെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ഞാൻ ജീവിച്ചിരുന്ന ആ ആത്മീയ ചുറ്റുപാടല്ലായിരുന്നു ആ വീട്ടിൽ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ആരാധനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, അവിടെ കൂട്ടായ്മയുണ്ട്. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി തൊട്ട് 5 മണി വരെ എന്നും കൂട്ടായ്മയുണ്ട്. അത് ഒത്തിരി ആളുകൾ കടന്നു വരും. ഹല്ലേലൂയ സമുദായക്കാര് അതിലും സംസാരിക്കുന്നതെന്ന് പറയുന്നത് ഹല്ലേലൂയ മത്തമ്മയിൽ നിന്നുള്ള ദേവദാസന്മാരുണ്ട്. അതുകൂടാതെ പാവപ്പെട്ട പെന്തക്കോസ്റ്റിലെ ദേവദാസന്മാരുണ്ട്. പാവപ്പെട്ടതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായ ശേഷി കുറവെന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. അവരൊക്കെ ഹല്ലേലൂയ സ്തോത്രം ആത്മീയ സമ്പന്നതയുള്ളവരാണ്. ഞാനത് അറിയുന്നു, ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം. ആ പ്രിയപ്പെട്ടവരൊക്കെ വന്ന് വചനം ശുശ്രൂഷിക്കും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഹല്ലേലൂയ ഞങ്ങളുടെ വീട്ടിൽ ഹല്ലേലൂയ സ്നാനം പറഞ്ഞുകൂടാ. ഹല്ലേലൂയ
ഹല്ലേലൂയ. സ്നാനം പറഞ്ഞാൽ ആ പാവപ്പെട്ട ദേവദാസന്മാർക്ക് ഹല്ലേലൂയ, ഞാൻ അങ്ങനെ പറയുന്നത് ക്ഷമിക്കണമേ, ഞാനത് പറഞ്ഞല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ആ ദേവദാസന്മാർ ഹല്ലേലൂയ വചന ശുശ്രൂഷിക്കുന്ന സ്നാനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം സ്നാനം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സാമ്പത്തിക നന്മയിൽ ഒന്ന് പുറകോട്ട് പിടിക്കും ദൈവം. അങ്ങനെ പിന്നെ അതിനെ വിളിച്ച് അവരോട് ഫയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവർ സ്നാനം പറയത്തില്ല. ദൈവത്തിന്റെ നന്ദി ഓർക്കണം. നല്ല നല്ല വചനം ശുശ്രൂഷിച്ചിട്ട് നല്ല ആത്മീയ ആരാധനയും വെളിപ്പെടും. അവിടുത്തെ സഹോദരിമാരൊക്കെ നന്നായിട്ട് ആരാധിക്കുന്നവരായിരുന്നു. ദൈവത്തിന്റെ നന്ദി ഓർത്തോട് സ്തോത്രം. ആ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു, ഇഷ്ടവുമായിരുന്നു. അവിടെ എല്ലാ ആഴ്ചയിൽ പിന്നെ ചൊവ്വാഴ്ച പ്രാർത്ഥനയുണ്ട്, ബുധനാഴ്ച പ്രാർത്ഥനയുണ്ട്, സഹോദരിമാർ ഉപവാസ പ്രാർത്ഥന നടത്തും. മിക്കവാറും എല്ലാവരും നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവരുമായിരുന്നു. വചനത്തിന്റെ ആഴങ്ങളൊക്കെ അവരിൽ കൂടി വെളിപ്പെടുമായിരുന്നു. എനിക്ക് അത് ഓർമ്മയുണ്ട്. ഇന്നെന്ന പോലെ ഞാൻ അതൊക്കെ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അതൊക്കെ ആത്മീയ ഉദ്ധാരണമായിരുന്നു. സ്തോത്രം. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആത്മീയ ഹല്ലേലൂയ കാഴ്ചപ്പാട് എനിക്ക് അവിടെ നിന്ന് ലഭിക്കുവാനിടയായി. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു സന്തോഷകരമായ ഒരു ആത്മീയ അനുഭവമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദി. അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും എല്ലാവരും ആരാധനയ്ക്ക് പോകും. ഹല്ലേലൂയ. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ നിന്ന് വിടും. ആത്മീയ വിഷയങ്ങളിലെല്ലാം ഹല്ലേലൂയ എല്ലാത്തിനും എല്ലാവരും പങ്കെടുക്കും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ വേറൊരു വീട് വെച്ച് ഹല്ലേലൂയ സമീപത്ത് തന്നെ ഹല്ലേലൂയ വേറൊരു പറമ്പിൽ വീട് വെച്ച് ഞങ്ങൾ താമസമായി കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിക്കാനും VBSനും സഭയിലെ എല്ലാ ആത്മീയ എല്ലാ വിഷയങ്ങൾക്കും ഞങ്ങൾ പങ്കെടുക്കും. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അവിടുത്തെ യുവജനസഖ്യത്തിൻ്റെ സെക്രട്ടറി ആയിട്ടും അതിൻ്റെ ഡയോസിസിൻ്റെ യുവജന സെക്രട്ടറി ആയിട്ടും കേന്ദ്രത്തിലെ മണ്ഡലം പ്രതിനിധി, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഹല്ലേലൂയ എല്ലാത്തിനും അദ്ദേഹം ഉണ്ടായിരുന്നു. സഭയിലെ എല്ലാ കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ മകന് പിന്നെ സ്കൂളിൽ പള്ളിയിൽ നിൽക്കുമ്പോൾ അവനെ കുർബാന പടിഞ്ഞാറോട്ട് എടുക്കുന്ന സമയത്ത് അവന് പെട്ടെന്ന് ഫ്ലാഷ് ഓഫ് ദ സെക്കൻഡിൽ അവനിങ്ങനെ വീണിട്ട് ഒരു 1500 മെമ്പേഴ്സ് ഉള്ള ചർച്ച്, വലിയ പള്ളിയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഡോക്ടർ ഇഷ്യൂ ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ആരെങ്കിലും ചെല്ലുന്നതിന് മുമ്പേ അവന് കോൺഷ്യസ് ആയിരിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ പലതവണയായി പള്ളിയിൽ പോകുന്നത് തന്നെ എനിക്കൊരു ഭയമായി പോയി. ഹല്ലേലൂയ സ്തോത്രം. പള്ളിയിൽ പോയാൽ തന്നെ ഞാൻ അവിടുത്തെ കാര്യങ്ങളല്ല ശ്രദ്ധിക്കുന്നത്. ഞാൻ എൻ്റെ മകനെ നോക്കി നിൽക്കും. കാരണം അവന് എല്ലാവരെക്കാളും ഇച്ചിരി കൂടെ പൊക്കം ഉള്ളത് കൊണ്ട് എനിക്ക് പുറകിൽ നിന്നാൽ കാണാം അവന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ വീഴുന്നോന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വലിയൊരു മാനസികമായിട്ടുള്ള ഒരു വിഷമമാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പല സമയമായി. ഹല്ലേലൂയ സ്തോത്രം. സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ മയക്കമൊന്നുമല്ല, മയങ്ങുകയല്ല, വീഴുകയുമല്ല. ഹല്ലേലൂയ സ്തോത്രം. അത് അവനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. മഠമൊക്കെ അടുത്തുണ്ട്. സ്കൂളിലും അങ്ങനെ അവർ ചെടികളും പൂക്കളും ഒക്കെ ഒത്തിരി ഉണ്ട്. ചില ദിവസങ്ങളിൽ സ്കൂളിൽ നിന്ന് വിളിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം അവന് പെട്ടെന്ന് ഒരു ചൊറിച്ചിലോ ചുമയോ അങ്ങനെ വന്നിട്ട് അവൻ്റെ ശരീരം മുഴുവൻ അങ്ങ് ചെവിയൊക്കെ ഏതാണ്ട് ഒരു വിരണ് പോലെ കനത്തിലങ്ങ് ആയിത്തീരും. അങ്ങ് അലർജി വരുന്ന പോലെ ചെവിയൊക്കെ ഒത്തിരി കനത്തിലായി ആളങ്ങ് ഷേപ്പ്ലെസ് ആവും. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഇവന് ചില സമയത്ത് അവന് സ്കൂളിൽ സൈക്കിളെ പോകണമെന്ന് നിർബന്ധം പിടിക്കും. അപ്പോഴേ MC റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ പിന്നെ ബൈ റോഡിൽ കൂടെ ഒക്കെ സ്കൂളിലോട്ട് വിടും. ദൈവത്തിന് ആ സൈക്കിളിൽ ഒന്ന് പൊക്കോട്ടെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഒരു രാത്രി ഒരു പകല് 12 മണിയായപ്പോൾ ഹല്ലേലൂയ ഞാൻ ഗേറ്റിൻ്റെ അവിടെ ഒരു ഇങ്ങനെ ലോഹങ്ങൾ വീഴുന്ന പോലെ ശബ്ദം കേട്ടു. ഞാൻ പെട്ടെന്ന് ജനലിൽ കൂടെ നോക്കി. അപ്പോൾ അമ്മേൻ്റെ സൈക്കിൾ അവിടെ കിടക്കുന്നു. പെട്ടെന്ന് ഞാൻ ചെന്ന് ഫ്രണ്ടിലെ കതവ് തുറന്നപ്പം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇവന് സിറ്റ് ഔട്ടിൽ വന്ന് അങ്ങ് വീണ് കിടക്കുന്നത് ഞാൻ കാണുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ അങ്ങനെ പ്രയാസം ഉണ്ടായപ്പോൾ അവൻ്റെ ആ മെന്റൽ പവർ കൊണ്ട് അവന് പിന്നെ ഈ സൈക്കിളിൽ ഹല്ലേലൂയ സ്തോത്രം വരുവാൻ പഠിക്ക വരെ വന്നപ്പോഴത്തേന് അവൻ്റെ ഹല്ലേലൂയ സ്തോത്രം ആ ബലം അങ്ങ് പോയിട്ട് ഹല്ലേലൂയ അവിടെ സൈക്കിൾ അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് അവന് മദ്യപാനികൾ വരുന്ന പോലെ അവൻ വന്ന് ഹല്ലേലൂയ സിറ്റ് ഔട്ടിൽ അങ്ങ് വീണതാണ് ഹല്ലേലൂയ ഞാൻ കണ്ടത്. പിന്നെ ഞാൻ ഉടനെ തന്നെ അവനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഡോക്ടറോടെ കൊണ്ടുപോയി. പലതവണ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഹല്ലേലൂയ അവർ എന്തോ ഇഞ്ചക്ഷൻ കൊടുക്കും. എന്തൊക്കെയോ ശരീരത്തിൽ പുരട്ടുന്ന ചില ലോഷനൊക്കെ പുരട്ടും. അത്രയൊക്കെ ഉള്ളൂ. അവിടെ നിന്ന് തന്നെ നോർമലായി കഴിയുമ്പോൾ വീട്ടിൽ വരും. അങ്ങനെ പലതവണയായി ഒന്നും അറിയാൻ പറ്റുന്നില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.
അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവനെ ഹല്ലേലൂയ ഞങ്ങളെ ഒരു പിന്നെ ഒരു ഫ്രണ്ട് ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഒരു പ്രഗത്ഭനായ ഡോക്ടർ അവിടെ ഉണ്ട്. അദ്ദേഹമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഹല്ലേലൂയ സ്തോത്രം അവനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഹല്ലേലൂയ സ്തോത്രം കാർഡിയോളജിയുടെ ഡോക്ടർ, എൻഡോക്രിനോളജിയുടെ ഡോക്ടർ, അതുപോലെ തലയുടെ, അങ്ങനെ പല അവർ പറഞ്ഞ ഒത്തിരി ഡോക്ടേഴ്സിനെ ഞങ്ങൾ കാണിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവരെല്ലാം നോക്കിയിട്ട് ഒരു വിഷയം ഒരു പ്രയാസവും അവനെ കണ്ടെത്തുവാനിടയായില്ല. അങ്ങനെ ഞങ്ങൾ വന്ന് ഹല്ലേലൂയ സ്തോത്രം പിന്നെയും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലെന്നാൽ അപ്പം എൻ്റെ സഹോദരി, എൻ്റെ ഇളയ സിസ്റ്ററാണ് പുള്ളിക്കാരി ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരിക്കുന്നു. എൻ്റെ സാക്ഷ്യം അവരോട് ചേർന്നതാണ്. ദൈവത്തിന് നന്ദി. എൻ്റെ ഹൃദയത്തോടെ സ്തോത്രം. എൻ്റെ ഇളയ സിസ്റ്റർ ഞാൻ പറയട്ടെ ഹല്ലേലൂയ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം അവൾ വിശ്വാസത്തിൽ കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ഒരു PMG ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ അവർ കുറേ കുട്ടികൾ ചേർന്ന് വിശ്വാസത്തിൽ കടന്നു വരുവാനിടയായി. അതിനകത്ത് സമുദായത്തിൽ നിന്ന് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മുസ്ലിംസ്, അങ്ങനെ പല കുട്ടികളാണ് കടന്നു വന്നത്. അവരെല്ലാം വീട്ടിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം ഒരു വലിയ പ്രതികൂലം ഞങ്ങളുടെ വീട്ടിലായിരുന്നു. എൻ്റെ സഹോദരിയെ, എൻ്റെ മാതാപിതാക്കളെ ഹല്ലേലൂയ സ്തോത്രം 2 മക്കളേ ഉള്ളൂ. അവളെ ഒരു മോനെന്ന് ഞങ്ങളുടെ എൻ്റെ ഫാദർ വിളിക്കത്തുള്ളൂ സ്നേഹത്തോടെ. മോനെന്ന് മാത്രമേ മോളെന്ന് വിളിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ആൺപിള്ളേരില്ലാത്തതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. എൻ്റെ മാതാവും പിതാവും ഹല്ലേലൂയ അവളെ സ്നാനപ്പെട്ടത് മുഖാന്തരം അവളെ ഹല്ലേലൂയ മുറിക്കകത്ത് കയറ്റിയിട്ട് അടച്ചിട്ട് ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ ഫുട്ബോൾ തട്ടുന്നത് പോലെ തന്നെ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എൻ്റെ മാതാപിതാക്കൾ മർദ്ദിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ മുറി പൂട്ടിയിട്ടാണ് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ ചെയ്തിട്ട് പിന്നെയും ഓരോ അവധിക്ക് വരുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ ഉപദ്രവിച്ചതിന് ശേഷം അടഞ്ഞ കാത് അല്ലെങ്കിൽ ചെറിയ കമ്മൽ വാങ്ങിച്ചോണ്ട് വന്ന് അത് കുത്തി കിഴിച്ച് കാതിലിട്ട് ചോര വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും അന്നേരം ഒന്നും അതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല. എൻ്റെ മനസ്സിലും ഇവളിങ്ങനെ പോയല്ലോ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ നാട്ടിലൊന്നും അധികം ബന്ധുക്കോസുകാരൊന്നുമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ആഭരണം ഇടാത്തത് കൊണ്ട് അങ്ങനെ ഏതോ ഒരു മോശം കാര്യം എന്നുള്ള രീതിയിൽ എൻ്റെ മാതാവ് പറയും, ആണുങ്ങളെ കണ്ടാൽ കുഴപ്പമില്ല, പെണ്ണുങ്ങളെ കണ്ടാൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എൻ്റെ സഹോദരിയെ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ കടന്നു വന്ന് ഹല്ലേലൂയ എൻ്റെ സഹോദരി വളരെ പീഡയിൽ കൂടിയൊക്കെ കടന്നുപോയി. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തിൽ അങ്ങനെ എൻ്റെ സഹോദരി വിശ്വാസത്തിൽ അങ്ങനെ കടന്നു വന്നു. അവളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്തിൽ കടന്നു വരേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുവാനിടയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ആ വിഷയത്തിൽ അങ്ങനെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകന് വേണ്ടി ഞങ്ങളിങ്ങനെ ഡോക്ടേഴ്സിനെ എല്ലാം കണ്ടു. ഒരു പ്രയോജനവുമില്ലായിരുന്നു. പിന്നെയും ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം എൻ്റെ സഹോദരി ഒരു ചർച്ചത്തോളിലെ ഒരു PG മാത്യൂസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അദ്ദേഹത്തോട് ഒരു ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഒരാളിനെ അയച്ച്, അതായത് ഷാജി മാത്യുയുടെ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ട് അവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുവാനിടയായി. സ്തോത്രം. പലപ്പോഴും ആ ദേവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് സുവിശേഷത്തെക്കുറിച്ചോ ഹല്ലേലൂയ മാനസാന്തരമോ സ്നാനമോ ഒന്നും പറയാതെ ഞങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ ഹല്ലേലൂയ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. അങ്ങനെ മാസങ്ങളോളം ഏതാണ്ട് 1 വർഷത്തോളം അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹമായി. ഈ പാസ്റ്റേഴ്സുമായിട്ട് ആ പാസ്റ്റേഴ്സ് 3 പേര് കൂടി ഞങ്ങളുടെ വീട്ടിൽ വരും. രാത്രി അവിടെ രാമാർക്കും ഹല്ലേലൂയ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുടുംബ പ്രാർത്ഥന, അങ്ങനെ എല്ലാ വിഷയങ്ങളും നടന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുവരുന്നു. അതിലുള്ള ഷാജി മാത്യു ഇടമൺ, പിന്നെ പഴയ നിത്യതയിൽ ശ്രമിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ EV ജോർജ് എന്ന് പറയും. പഴയ ആളുകൾക്കൊക്കെ അറിയാതിരിക്കും. 10-70 വർഷങ്ങൾക്ക് മുൻപേ അമേരിക്കയിൽ ഒരു ചർച്ച് ഓഫ് ഗോഡിന്റെ ഹല്ലേലൂയ ഓവർസിയർ ആയിരിക്കേണ്ട ഒരു മാന്യദേഹമാണ്. അദ്ദേഹം കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹം അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട്
അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൂടി ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ കർത്താവിന്റെ ദാസന് അവസാനം ടാപ്പ് ചെയ്ത് സ്വന്തം ഭൂമിയിലെ സ്വന്തം റബ്ബറിൽ ടാപ്പ് ചെയ്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കണ്ണാടി പോലും ഉപയോഗിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അത്ര കർത്താവിൽ വിശ്വസിച്ചിരുന്ന ദൈവദാസനാണ്. ഷേവ് ചെയ്തില്ല. അതൊന്നും എല്ലാവർക്കും ശരിയാവണമെന്ന് തോന്നത്തില്ല. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളില്, അതായത് റബ്ബർ ടാപ്പ് ചെയ്യുമ്പോഴത്തെ ഹല്ലേലൂയ പാലിന്റെ കറ വീണ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ഒട്ടുപാല് പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ ദാസല്ല ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവിന്റെ ദാസനുമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ആ ദേവദാസന്മാർ 3 പേര് കടന്നു വന്നിട്ട് അപ്പോൾ ആർക്കും കാര്യങ്ങളൊക്കെ പറയും. അപ്പം കൂടെ വന്ന ചെറുപ്പക്കാരാണ് മറ്റു 2 ദൈവദാസന്മാരും, ഷാജി മാത്യു ഇടമണ്ണം ഹല്ലേലൂയ സ്തോത്രം, മറ്റേ CK തോമസ് എന്ന് പറയുന്ന ദേവദാസന് ഹല്ലേലൂയ സ്തോത്രം. അവര് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന ഉടനെ ഈ വിജോർ സാർ പറയും, അവനടുത്ത് നിൽക്കൊണ്ടേ അവൻ കേൾക്കുന്നതെന്ന് പറയും. അങ്ങനെ അത്ര വിശുദ്ധ ജീവിതത്തില് ഹല്ലേലൂയ താല്പര്യം കാണിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ഹല്ലേലൂയ ഒരു ഞായറാഴ്ച ദിവസം ഒരു ഞായറാഴ്ച ദിവസം എൻ്റെ മകന് ഹല്ലേലൂയ പള്ളിയിൽ നിന്ന് ഫ്രണ്ട്സുമായിട്ട് ഹല്ലേലൂയ പള്ളി വിട്ടിട്ട് പള്ളിയിൽ നിന്ന് ഫ്രണ്ട്സുമായിട്ട് കടന്നു വന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും ഞായറാഴ്ച പള്ളിയിൽ പോകാതിരിക്കുന്ന ആളാണ്. ഒരു ഓഫീസിലുള്ള ഒരാളിൻ്റെ വിവാഹമായതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി എല്ലാം ഒരുങ്ങി നിൽക്കുക. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ അന്നേരമാണ് മോനെ കൊണ്ട് വന്നത്. അപ്പോഴും ഹല്ലേലൂയ മോനെ കൊണ്ടുവന്നപ്പം കൂടെ വന്ന പിള്ളേർ പറഞ്ഞു ഇങ്ങനെ പിന്നെ സുഖമില്ലാതെ ആയി, അതുകൊണ്ട് കൊണ്ടുവന്നാണ്. അപ്പം ഞങ്ങൾ അങ്ങ് വളരെ അപ്സെറ്റായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഒരു പ്രയോജനവുമില്ല. വീണ്ടും വീണ്ടും ഇത് ഹല്ലേലൂയ ഇങ്ങനെ ആവർത്തിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം എന്ന് പറയട്ടെ. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊന്നുമല്ല, ഓമല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഹോമിയോ ഡോക്ടർ, ഒത്തിരി പ്രസിദ്ധനായ ഒരു ഡോക്ടർ, പലരും പറയുന്ന കേട്ടത്. ഞാൻ പറഞ്ഞു അവിടെ വരെ നമുക്കൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും അദ്ദേഹം ചെയ്യുന്നെങ്കിൽ ശരിയാകട്ടെ എന്ന്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നു ചെന്ന് അദ്ദേഹം ഏതാണ്ടൊക്കെ മരുന്ന് തന്നു. ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ കയറി അടൂരാണ് ഞങ്ങളുടെ വീട്. അടൂര് വന്നു. അടൂരിന് വരുന്നതിന് തൊട്ട് ഞങ്ങൾ ഒന്നും സംസാരിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഒത്തിരി മാനസികമായിട്ട് തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആരോടും പറയാനൊക്കത്തില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, അവൻ മുൻപും പിൻപും അടച്ച് അവന്റെ കൈ എൻ്റെ മേൽ ഭാരമാക്കി വെച്ചു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരനുഭവമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ തൻ്റെ മക്കളെ വിളിച്ചു വാർത്തിരിക്കാൻ അവൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആരോടും ഒന്നും പറയാൻ ഒന്നും പറ്റത്തില്ലാത്ത ഒരവസരം. ഹല്ലേലൂയ. ഞാനപ്പം അടൂര് എടുക്കാറായപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, നമുക്ക് പുനലൂർ വരെ പോയി കർത്താവിന്റെ ദാസന്റെ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. അന്ന് ഞങ്ങൾ അടൂര് സെൻട്രൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയപ്പോഴും പുനലൂരിലുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ആളുകളെ നിർത്തി കയറ്റുവാർക്കൊക്കെ ചെയ്യുന്നു. പെട്ടെന്ന് അദ്ദേഹം ഓടി ഈ ബസ്സിൽ കയറി, ഞങ്ങളും കൂടെ കയറി. അങ്ങനെ ഞങ്ങൾ പുനലൂർ പോയി. അപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ മകൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ അവിടെ ചെന്ന് ഷാജി മാത്യുയുടെ എന്ന് പറയുന്ന ദേവദാസൻ താമസിക്കുന്ന ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീടായിരുന്നു. ആ വീടിന്റെ ഗേറ്റിന്റെ അവിടെ ഞങ്ങൾ ഒരു ജീപ്പിൽ പോകണം പുല്ലൂരിൽ ചെന്നിട്ട്. ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോഴാ ആ ഗേറ്റ് പൂട്ടിയിട്ടേക്കുന്നു. അവിടെ അടുത്തൊരു ഓപ്പോസിറ്റിലൊരു കൊച്ചു മാടക്കടയുണ്ട്. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരിവിടെ പ്രാർത്ഥനയ്ക്ക് പോയി, എനിക്ക് തോന്നുന്നു ഇടമൺ എല്ലാവരുടെ വീട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നും പോകുന്നത് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മറ്റേ ജീപ്പ് വിട്ടുപോയി അടുത്ത ജീപ്പിന് കയറി. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ആ പ്രദേശത്ത് ആ പറഞ്ഞ എത്തിയപ്പോൾ ആ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ആ വീട്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ആ വീട്ടിലോട്ട് കയറിയപ്പോൾ കുറെ ആളുകൾ ഹല്ലേലൂയ സ്തോത്രം കഴിച്ചിട്ട് കൈ കഴുകുന്ന അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കയറി ചെന്നത്. ദൈവത്തിന്റെ നന്ദിയോട് സ്തോത്രം. എല്ലാവരും അവർക്കും സന്തോഷമായി. എനിക്കൊരു അസ്വസ്ഥത. കാരണം ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്. ഞാൻ അധികം ആളുകളോട് സഹകരിച്ചിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വളർന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം തന്നെയുമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പെന്തിക്കോസ്തുകാരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവരൊക്കെ ആഭരണം ഇടാത്തവരെ, ഞാൻ ആഭരണം കിട്ടിയ ഒരാള്. അങ്ങനെ ആയതുകൊണ്ട് അവർ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ളൂ. എനിക്ക് അതിൽ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ 2-3 ദേവദാസന്മാരെ മാത്രമേ ഉള്ളൂ. ചോദിച്ചതിന് മറുപടി കഴിച്ചവരൊക്കെ
ഒരു ഭവനങ്ങളിൽ വിട്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ അവരങ്ങനെ ഒരു പ്രാർത്ഥന നടത്താൻ ഒരു കാരണമുണ്ട്. അവർക്ക് ഒരാഴ്ച മുമ്പ് ദൈവം ഒരു ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവ് ഒരു ചിന്ത കൊടുത്തു. 7 ദിവസം ഉപവസിക്കണമെന്ന്. 7 ദിവസം ഉപവസിച്ചതിന് ശേഷം അവര് ഹല്ലേലൂയ 7ാമത്തെ ദിവസം അവരാ ഉപവാസം ബ്രേക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുകയായിരുന്നു. കഞ്ഞി ഏതാണ്ട് കുടിക്കുകയായിരുന്നു. ആദ്യം കുറച്ച് പേര് കഞ്ഞി കുടിച്ചു, കുറച്ച് പേര് കഴിച്ചില്ല. ഹല്ലേലൂയ അവർ ഉപവാസം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ കഴിച്ചവർ കൈ കഴുകുന്നതാണ് ഞങ്ങൾ കണ്ടത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. ഹല്ലേലൂയ അവർക്ക് അതിനകത്ത് ആ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടത് ദൂരെ നിന്ന് ആരോ വന്ന് സൗഖ്യമാകുന്നു. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു ഉപവാസമായിരുന്നത്. ദൈവത്തിന് അങ്ങനെ അവർ പറഞ്ഞത്. അവർക്ക് മനസ്സിലായില്ല ആര് വരും എന്ത് വരുമെന്നൊന്നും അവർക്കും അറിയത്തില്ല. ഞങ്ങൾക്കും ഇതൊന്നും അറിയത്തില്ല. ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. പിന്നീട് ഇത് പ്രാർത്ഥിക്കാനിടയായി. പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങി ഭവനത്തിൽ പോന്നു. പിറ്റേ ദിവസം എനിക്ക് മോനെ നോക്കാൻ വേണ്ടിയിട്ട് കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അവനൊരു അപ്പോയിൻമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ അവൻ്റെ തലയുടെ ഏതാണ്ട് ഒരു ഭാഗം അതിനു വേണ്ടിയാണ് വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഓഫീസിൽ നിന്ന് വിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങളിലും ഞാൻ ഇടപെട്ട് അങ്ങനെ എൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഞാൻ തനിയെ അങ്ങനെയൊന്നും പോകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ എന്നിട്ട് തനിയെ പോയി. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വലിയ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൊക്കെ ചെന്ന് ഒരു കൊച്ചിനെ കൊണ്ട് കയറി. ഹല്ലേലൂയ സ്തോത്രം. എനിക്കതൊക്കെ കാണുമ്പോഴെങ്കിലും ഏതാണ്ട് വലിയ ഒരു പ്രയാസം, വലിയ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന പോലൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് എന്നെ തന്നെ അങ്ങ് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് ഞാൻ വെള്ളം ധൈര്യം സംഭരിച്ച് ഞാൻ കൊണ്ടുപോയി കുഞ്ഞിനെ പരിശോധിപ്പിച്ചു. ദൈവത്തിന് നന്ദിയോടെ ഹൃദയത്തോടെ സ്തോത്രം. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മാച്ചനെ വിളിച്ചു പറഞ്ഞു അവിടെ വരെ ചെല്ലണമെന്ന്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം എന്നോട് ചൂടായതേ ഉള്ളൂ, എനിക്ക് ഇതിനൊന്നും സമയമില്ലെന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഞങ്ങൾ തിരിച്ചു ഭവനത്തിൽ വന്നു. ഈ തലേദിവസം പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പിറ്റേ ദിവസം ഇത് പോയത്. എനിക്കപ്പോൾ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ശക്തി ആ വിശ്വാസമൊക്കെ എന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നല്ലതാ, എനിക്ക് വിശ്വാസമായിരുന്നു. പക്ഷെ ഉള്ളിൽ അത്രയും ഒന്നും വിശ്വാസവും ധൈര്യവും ഒന്നും എനിക്കില്ല. ദൈവത്തിന് ഞാൻ കുറെ കൂടെ ലോകപ്രകാരമായ എൻ്റെ ചിന്ത. ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടെ നിന്ന് പിന്നെ ഞാൻ പള്ളിയിൽ പ്രാർത്ഥനകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ മാതാവ് റിട്ടയറൊക്കെ ആയിട്ട് എൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം ഭവനത്തിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ആരുടെയും കൂടെ വരത്തില്ല, അവിടെ എൻ്റെ വീട്ടിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ താമസിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എല്ലാ ആഴ്ചയും എൻ്റെ അമ്മയുടെ അടുത്ത് പോകും. പിന്നെ സ്കൂളിൽ വിട്ടിട്ട് ഹല്ലേലൂയ ഞങ്ങളുടെ അവിടെ നിന്ന് 10 മണിക്കൊരു ബസ്സുണ്ട്. ഞാൻ അതൊന്ന് പോകും. കോന്നിയിലായിരുന്നു എൻ്റെ മാതാപിതാക്കൾ താമസിച്ചത്. കാരണം കോന്നിയിലല്ല അവരുടെ വീട്. എൻ്റെ അമ്മയ്ക്ക് അവിടെ ജോലി കിട്ടിയത് കൊണ്ട് അവിടെ പോയി താമസിക്കാനിടയായതാണ്. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴും ഞാനൊരു ഓട്ടോയിൽ ചെന്ന് പഠിക്കൽ ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് അറിയാം ഞാൻ ചെല്ലുന്നതെന്ന്. സ്തോത്രം ചെയ്യുന്നു. അത് സ്നാനത്തിന് മുൻപുള്ള സ്നാനം കഴിഞ്ഞിട്ടുള്ള ശേഷം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. പെട്ടെന്ന് ഒരു ദിവസം അതിനു മുമ്പ് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അപ്പോൾ ഈ ഷാജി പാസ്റ്ററും അമ്മയൊക്കെ ആയിട്ട് പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ അവർ വരുകയും പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു സന്തോഷമല്ല. പെന്തിക്കോസ്തുകാരെ അമ്മ വീട്ടിൽ കയറ്റത്തില്ല. അവരുടെ ആ സഹകരണം കൊണ്ട് വീട്ടിൽ കയറ്റിയതാ. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം. നല്ല ചിരിയും കളിയും തമാശയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അമ്മ ഹല്ലേലൂയ സ്തോത്രം എന്നോട് പറഞ്ഞു, എടേ ഷാജി പാസ്റ്റർ നിന്നെ വിളിച്ചായിരുന്നു, എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന്. അപ്പൊ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ വന്നോന്നറിയാനാ വിളിച്ചെന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. മഴയുള്ള ദിവസമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരു വലിയ മീനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് ഷാജി പാസ്റ്ററും കുടുംബം അവിടെ രാത്രി വരും ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഞാൻ മീനൊക്കെ കറി വെച്ചു, ഭക്ഷണമൊക്കെ റെഡിയാക്കി. അവർ കടന്നു വന്നു. അവർ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തി. ഞങ്ങൾ ഉറങ്ങിയില്ല, കിടന്നിട്ട് ഏതാണ്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം കർത്താവിന്റെ ദാസൻ പിന്നെയും ഹല്ലേലൂയ എഴുന്നേറ്റ് വന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിനെ നിർബന്ധിക്കുന്ന കുറച്ച് സമയം ഇരുന്നു പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റു. കുഞ്ഞുങ്ങളെല്ലാം ഉറക്കമായി. അവരുടെ കുഞ്ഞുങ്ങൾ ഉറക്കമായി. അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളാ, അവരും ഉറക്കമായി. ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് ഞങ്ങൾ 4 പേരും കൂടെ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ എൻ്റെ പ്രിയപ്പെട്ടവനോടാണ് ഫോക്കസ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവനെയാണല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹത്തോട് ഇടപെട്ട് സംസാരിച്ചു. ദൈവത്തിന്റെ വചനവും
വചനത്തിൽ കൂടിയും ഹല്ലേലൂയ വെളിപ്പാടും പ്രവചനാത്മാവിലും ഒക്കെ സംസാരിച്ചു. കഴിഞ്ഞതും ഹല്ലേലൂയ വരാനിരിക്കുന്നതുമായ പല കാര്യങ്ങളും സംസാരിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുവരെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കണ്ണീര് കണ്ണുനീര് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോഴല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്തു. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവന് കണ്ണുനീരോടെ അവിടെ സ്നാനത്തിന്റെ കാര്യം ഏറ്റെടുക്കുന്നത് ഹല്ലേലൂയ കാണുവാൻ ആ രാത്രിയുടെ യാമത്തിലെ ദൈവം എനിക്കിടയാക്കി. സ്തോത്രം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ആ മറിയയുടെ ഹല്ലേലൂയ മറിയോട് ദൂതൻ സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ അവളുടെ ഉള്ളിൽ കൂടി ഹല്ലേലൂയ സ്തോത്രം ഒരു വാള് കടന്നുപോയെന്ന് പറഞ്ഞ പോലെ അതേ അനുഭവത്തിൽ എൻ്റെ എൻ്റെ ഹസ്ബൻഡ് സ്നാനം സ്വീകരിക്കാൻ ഹല്ലേലൂയ വിധേയപ്പെട്ട് അത് ഏറ്റെടുത്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം എൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു കൊല്ലം മിന്നുന്ന പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ വീണ്ടും കിടന്നു. അവർ വെളുപ്പിനെ പോവുകയും ചെയ്തു. പിന്നെയും ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴെൻ്റെ മോള് +2 കഴിഞ്ഞിട്ട് അടുത്ത അവിടെ പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി അവളെ നാട്ടിലെ എൻട്രൻസ് ഒന്നും വേണ്ടിയിട്ട് അവൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടെ ഏറോടെന്ന് പറയുന്ന പ്രദേശത്ത് പോയി എൻ്റെ ഹസ്ബൻഡെ കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഫിസിയോതെറാപ്പിക്ക് ഹല്ലേലൂയ സ്തോത്രം. അതെൻ്റെ സഹോദരി പറഞ്ഞിട്ടാണ് അങ്ങനെ പോയത്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തയില്ലായിരുന്നു. നാട്ടിൽ ഡിഗ്രിക്ക് പഠിച്ചു ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളെ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഫിസിയോതെറാപ്പിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് അവിടെ ചേർത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് കടന്നു വന്നു. മോള് വീട്ടിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞപ്പോഴേ പ്രിയപ്പെട്ടവന് ഒരു കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കരുവാളിച്ച മുഖം. അപ്പം എൻ്റെ വീടിൻ്റെ മേളത്തെ 2ാമത്തെ നിലയുടെ പണികളൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പം രാവിലെയൊക്കെ എഴുന്നേറ്റ് ആ വെയിലത്തൊക്കെ സ്കൂട്ടറെ പോകുന്നതിൻ്റെ വെയിൽ കൊള്ളുന്നതിൻ്റെ ഒക്കെ ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാനിത് കാണുന്നുണ്ട് ഇങ്ങനെ ഒരുമാതിരി വല്ലാതിരിക്കുന്നതൊക്കെ. പിന്നെ പ്രഭാതത്തിൽ രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ മിക്കവാറും ഒരു ഗ്ലാസ് പാല്, ചിലപ്പോൾ ഒരു മുട്ട, ഇത്രയൊക്കെ കഴിച്ച് ഓഫീസിലോടി പോകും. പിന്നെ ഉച്ചയ്ക്കാണ് വന്ന് കഴിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. പ്രഭാതത്തിൽ അങ്ങനെ പോയി ഉച്ചയ്ക്ക് കടന്നു വന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ അല്പം ചോറെടുത്ത് വെച്ചിട്ട് പുള്ളിക്ക് ഒരു ചോറ് കൈയിട്ടിളക്കുമല്ലാതെ ഒരു ചോറ് വായിലോട്ട് വെക്കാൻ പറ്റുന്നില്ല. സ്തോത്രം ചെയ്യുന്നു. അവിടെ അപ്പോൾ എന്തോ ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഓക്കാനും വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് അവിടെ ഒരു പ്രഗത്ഭനായ ഡോക്ടർ. അദ്ദേഹം ഗവൺമെൻറ് സർവീസിലോട്ട് അന്നേരം കയറിയതേ ഉള്ളൂ. അല്ലെങ്കിൽ സ്തോത്രം. ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ. വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് ഓഫീസിലോട്ട് പോയപ്പോൾ കയറി അദ്ദേഹത്തെ ജനലിൽ കൂടെ ഇദ്ദേഹം ചെല്ലുന്ന കണ്ടുകൊണ്ട് അദ്ദേഹം വേറെ ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ജനലിൽ കൂടെ നോക്കി കണ്ണൊന്ന് പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഒന്നിൽ അല്ലെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഇതിലേതെങ്കിലും ഒന്നാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സ്തോത്രം. അദ്ദേഹം കുറച്ച് കൊടുത്ത് ബ്ലഡ് കൊടുത്തിട്ട് അദ്ദേഹം വീണ്ടും ഓഫീസിൽ പോയിട്ട് 5 മണിക്ക് ശേഷം കടന്നു വന്ന് ഈ റിസൾട്ടും വാങ്ങിച്ചുകൊണ്ട് ഹല്ലേലൂയ പിന്നെ ഡോക്ടർ അടുത്ത് വന്നു. എന്നിട്ട് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഉടനെ തന്നെ ഒരു കാര്യം ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. അപ്പം അതിനു മുമ്പ് അദ്ദേഹം അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ്. പ്രവൃത്തനായ ഡോക്ടർ ഇന്നും അങ്ങനെ തന്നെ. ഹല്ലേലൂയ സ്തോത്രം. ആ ഡോക്ടർ പറഞ്ഞ മുഖാന്തരം അദ്ദേഹം നേരത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് അവർ ട്രിപ്പ് മാത്രം കൊടുക്കുന്നുണ്ട്. അവർ ടെസ്റ്റുകളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് മരുന്നായിട്ടൊന്നും കൊടുത്തതായിട്ട് എനിക്കറിയത്തില്ല. സ്തോത്രം. എനിക്ക് എപ്പോഴും കൂടെ നിൽക്കാൻ പറ്റത്തില്ല. വേറെ ആളുകൾ കൂടെ നിൽക്കുന്നുണ്ട്, സഭയിലൊക്കെ ആളുകൾ. സ്തോത്രം ചെയ്യണം. ഇതിലൂടെയാണ് ഞങ്ങളുടെ സ്നാനം നടന്നത്. എന്നിട്ട് ഈ മോൻ്റെ വിഷയത്തിന് വേണ്ടി ഇങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം മോൻ്റെ വിഷയത്തിൽ എൻ്റെ മോളെ കോളേജിൽ വിടാൻ വേണ്ടി ആ സമയത്ത് എൻ്റെ സഹോദരി വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഇപ്പം സ്നാനപ്പെടാതിരുന്നാൽ കൊച്ചിനെ കയ്യിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെ സമുദായത്തിൽ കെട്ടിക്കേണ്ടി വരും. നിങ്ങൾ അതുകൊണ്ട് കൊച്ചിനെ വിടുന്നതിന് മുമ്പ് നിങ്ങൾ സ്നാനപ്പെടണം. അതിനു വേണ്ടി നിങ്ങൾ സ്റ്റെപ്പ് എന്ന് പറയാനിടയായി. ഞങ്ങൾ ഈ പ്രതിസന്ധിയുടെ വേളയിൽ ഈ വിഷമാവസ്ഥയിൽ ഞങ്ങൾ ഹസ്ബൻഡ് സ്നാനത്തിന് തീരുമാനമെടുത്തു. ഹല്ലേലൂയ സ്തോത്രം. വേണ്ടി ഞങ്ങൾ ഒരു ശനിയാഴ്ച ഹല്ലേലൂയ സ്തോത്രം ഈ രാജീടമൻ അദ്ദേഹം തന്നെ ഹല്ലേലൂയ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെയുള്ള ചർച്ചിൽ പോയി അവരോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ഒരു ദിവസം പോലും ഞങ്ങൾ സഭയിൽ പോയി സാക്ഷ്യം പറഞ്ഞിട്ടല്ല ഞങ്ങളുടെ സ്നാനം നടത്തത്. ഹല്ലേലൂയ സ്തോത്രം. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഹല്ലേലൂയ
2 മണിക്ക് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് സ്നാനത്തിന് ക്ലാസ് നടത്തിയിട്ട് 3 മണിക്ക് ഞങ്ങൾ സ്നാനവും നടത്തിയിട്ട് പിറ്റേ ദിവസം 25 ശുശ്രൂഷ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞു, എൻ്റെ നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ജ്യേഷ്ഠൻ, അദ്ദേഹം നല്ലൊരു ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ ജോലി സംബന്ധമായിട്ടൊക്കെയുള്ള വിഷയങ്ങൾ കൊണ്ട് അവരൊക്കെ ഈ കമ്പനി കൂടുന്ന ആളുകളാണ്. അദ്ദേഹം അല്പമായിട്ട് മദ്യപിക്കുന്ന ആളാണ്. അങ്ങനെ ഈ പാസ്റ്ററുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹവും വീട്ടിൽ വരികയും ആ കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണമെന്ന്. അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളും ഒന്നും സ്ഥലത്തും തന്നെയില്ല. അദ്ദേഹവും ഞങ്ങളുടെ കൂടെ സ്നാനപ്പെടണമെന്ന് നിർബന്ധം പിടിച്ച് അദ്ദേഹം സ്നാനപ്പെട്ടു. ഞങ്ങൾ അവനെ പറഞ്ഞു വെച്ചത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളി സമ്മതിക്കത്തില്ല. നിങ്ങളെക്കാട്ടി മുന്നേ ഞാനാണ് വെള്ളത്തിലിറങ്ങുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം സ്നാനപ്പെട്ടു. കുറച്ച് ആളൊക്കെ നിന്നേച്ച് പിന്നെ അദ്ദേഹം മടങ്ങിപ്പോയി. തെറ്റിപ്പോയിട്ട് ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹം ഇനി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ടതിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം എൻ്റെ മോനെ കൊണ്ട് അവിടെ പഠിക്കാനിട്ട് വിട്ടത്. പിന്നെ മകളെ കൊണ്ട് പഠിക്കാൻ വിട്ടത് ഞാനും എൻ്റെ ഈ മരിച്ചുപോയ ജ്യേഷ്ഠനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടുമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടെ പോയത്. എനിക്ക് പിന്നെ എൻ്റെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും അറിയില്ല, ആരും ഇടപെടത്തില്ല. ഇദ്ദേഹം പിന്നെ ഇച്ചിരി കുടിക്കുകയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് പിന്നെ തന്നെയുമല്ല അന്ന് സ്ഥാനപ്പെട്ട സമയമായി അദ്ദേഹം മാത്രം ഒരടുപ്പം കാണിക്കും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ ഈ വേർപെട്ട അതുകൊണ്ട് ആളുകൾക്കൊന്നും നിങ്ങളോട് ഒരു അടുപ്പമില്ല. നമ്മൾ ഏതാണ്ട് ഒരു പുറജാതിക്കാർ പോലെ അവർ നമ്മളെ കാണുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഹല്ലേലൂയ ഞങ്ങൾ പോയി അവിടെ മോളെ ഹല്ലേലൂയ കൊണ്ടുവിട്ടു. അതിന് പോകുന്നതിന് മുമ്പ് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിന് അതിന് മുമ്പേ ഹല്ലേലൂയ സ്തോത്രം എറണാകുളം ഹോസ്പിറ്റലിൽ, അതായത് ഞങ്ങൾ സ്നാനപ്പെട്ടിട്ട് 2 ആഴ്ച ആയപ്പോഴ് പിന്നെ ഒരു കൂട്ടായ്മയിൽ ഞാൻ കൂടുവാനിടയായി. ചർച്ചിലെ തന്നെ ഒരു സഹോദരിയുടെ ഭവനത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് അന്നേരം അടുത്തൊക്കെ ആണെങ്കിലും വ്യക്തിപരമായിട്ട് ആളുകളിൽ നിന്നും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം ആ പ്രാർത്ഥനയിൽ ഒരു കർത്താവിൻ്റെ ദാസൻ അന്ന് സംസാരിക്കുവാനിടയായി. വചനം സംസാരിച്ചു. അദ്ദേഹം ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന ഒരു ദേവദാസന. അദ്ദേഹം ഹല്ലേലൂയ വചനം സംസാരിക്കാൻ തുടങ്ങിയതിന് മുമ്പേ ഹല്ലേലൂയ അദ്ദേഹം വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു വലിയ പരിശോധന നിന്റെ മുൻപിലുണ്ട്. അത് ഹല്ലേലൂയ അത് വരുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭയങ്കര ശക്തമായൊരു ദൂത്. എനിക്ക് ദൂതെന്ന് പറഞ്ഞാലോ ഒന്നും എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേട്ട ആളുകളെല്ലാം വളരെ ഹല്ലേലൂയ സ്തോത്രം ഭയപരവശരായിപ്പോയി ആ ദൂത് കേട്ടിട്ട്. അത് കാരണം ഞങ്ങൾ വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ആ സമയത്ത് എൻ്റെ മകനുമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം അദ്ദേഹം ഒരു ദൂതൂടെ പറഞ്ഞു. അതൊരു ഭൗതിക നന്മയാണ്. ഹല്ലേലൂയ ഞങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്നൊരു പ്രിയമുള്ളവരെ ക്ഷമിക്കണം, ഞാൻ ആ ഭൗതിക നേട്ടം പറയാനൊന്നും അല്ല ഞാൻ വരുന്നത്. ആ പറഞ്ഞ കാര്യം അങ്ങ് പറയുക. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്നത് ഒരു 2 വീലർ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 4 വീലർ തരാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ഞാനപ്പോൾ എൻ്റെ ഉള്ളിൽ ആ സാറ് ചിരിച്ച പോലെ ഞാൻ ചിരിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉടനെ ഇല്ല. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമായ ക്രമീകരണങ്ങൾ വന്നരവില്ല. പൈതലിനെ കൊണ്ട് കോളേജിൽ ചേർത്തു. അല്ലെങ്കിൽ വിഷയങ്ങൾ അങ്ങനെ പണി നടക്കുന്നു. അതുകൊണ്ട് അങ്ങനെയില്ല. അങ്ങനെ യാതൊരു കാര്യങ്ങളും അതിനുവേണ്ടി ഉടനെ സ്റ്റെപ്പ് വെക്കുന്ന ഒരു കാര്യമില്ല എന്നെ ഹൃദയത്തിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാൻ ഈ ദൂത് കേട്ടിട്ട് വീട്ടിൽ പോയി ഹല്ലേലൂയ 3-ാമത്തെ ആഴ്ച ആയി. അതായത് സ്നാനപ്പെട്ടിട്ട് 1 മാസം തികയുന്നതിന് മുൻപേ ഹല്ലേലൂയ എൻ്റെ പ്രിയപ്പെട്ടവൻ അന്നാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അഡ്മിറ്റായിട്ട് ഹല്ലേലൂയ സ്തോത്രം അടൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഹല്ലേലൂയ അത് ശരിയാകാതെ വന്നപ്പോൾ വീണ്ടും ഹല്ലേലൂയ സഭയിൽ ഞങ്ങളുടെ ദേവദാസനും വേറെ ഹല്ലേലൂയ വേറെ ഞങ്ങളുടെ അടുത്തുള്ള ഒരാളും ഒരു ചെറുപ്പക്കാരൻ ഹല്ലേലൂയ അവനും കൂടെ ചേർന്ന് ഹല്ലേലൂയ സ്തോത്രം ഇത് കൊണ്ടുപോകണം. അപ്പോൾ അവരുടെ ആരോ ഒരാളെ ഹെപ്പറ്റൈറ്റിസ് ബി വന്ന് മരിക്കുവാനിടയായി. അപ്പോൾ അവൻ ആ കാര്യത്തിൽ ഇച്ചിരൂടെ താല്പര്യം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കേണ്ട, അവിടുന്ന് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾ ഒരു ദിവസം ഹല്ലേലൂയ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷേണായി എന്ന് പറയുന്ന ആ ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ പോയി.
കടന്നുപോയി. എൻ്റെ ഹസ്ബൻഡിന് കാറിലിരുന്ന് യാത്ര ചെയ്യാൻ പോലും വയ്യാത്ത വിധം ഹല്ലേലൂയ സ്തോത്രം വളരെ ക്ഷീണിതനായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനും ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, ഞാനും ഒത്തിരി ക്ഷീണിതയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കടന്നു ചെന്നപ്പോൾ ആ ഡോക്ടറെ അടുത്താണെങ്കിൽ ഒരു വലിയ ഉത്സവത്തിന്റെ ആളുണ്ട്. ഞങ്ങൾ ഒരു വിധത്തിൽ ആ ഡോക്ടറെ കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹം പറഞ്ഞു, അക്യൂട്ടൊക്കെ ഇന്ന് വൈകിട്ട് ഞാൻ അമേരിക്കയ്ക്ക് കടന്നു പോയി ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുവാണ്. അതുകൊണ്ട് 25 ദിവസത്തേക്കുള്ള മരുന്ന് ഞാൻ തരാം. നിങ്ങൾ അത് കഴിച്ചിട്ട് പിന്നെ ഞാൻ വരുമ്പോൾ വരിക. അതിനോടകം കൂടുന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുക എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ കടന്നു വന്നു. ഹല്ലേലൂയ സ്തോത്രം കടന്നു വന്നു. അപ്പോൾ അടൂര് ഡോക്ടർ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ചോദിച്ച് ഫോണിൽ കൂടെ തിരക്കി എന്നോട് വിഷയങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം. ഒടുവിൽ അടൂരെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഫിലിപ്പിനെ ഈ അലോപ്പതിയും കൊണ്ടിരിക്കാതെ ഏതെങ്കിലും ഒരു ഒറ്റമൂലി ആയുർവേദം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈദ്യന്റെ അടുത്ത് പോയി ഒരു മരുന്നോടൊന്നൊന്ന് കൊടുത്തു നോക്കണമെന്ന് ഒരു അലോപ്പതി ഡോക്ടർ, ഒരു പ്രഗത്ഭനായ ഡോക്ടർ എന്നോട് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കത്തില്ല. പിന്നീട് എന്നോട് പറയാനിടയായി, എനിക്ക് ഒരു തരത്തിലും ഹല്ലേലൂയ ഒരല്പം പോലും ഹോപ്പില്ലായിരുന്നു ഫിലിപ്പ് ജീവിച്ചിരിക്കുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചൊരൊറ്റ കൈയായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മഞ്ഞപ്പിത്തം വന്നാൽ പോകുന്നത് മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്തും കൊട്ടാരക്കര ഒരു പോറ്റി വൈദ്യുണ്ട്. അവരുമൊക്കെ മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു, കൊട്ടാരക്കര പോയി ആ മരുന്ന് കഴിക്കരുത്, അത് സ്റ്റീറോയിഡ് അലോപ്പതിയൊക്കെ ചേർത്ത് തരുന്ന എന്തോ, അതിനുവേണ്ടി അവിടെ പോകണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അപ്പം വീട്ടിലോട്ട് ഒത്തിരി പേര് ഫോൺ ചെയ്ത് അവിടെ പോണം ഇവിടെ പോണമെന്നൊക്കെ പറയും. അങ്ങനെ ഹല്ലേലൂയ അവസാനം ഒരു ചാത്തന്നൂരെന്ന് പറയുന്ന സ്ഥലത്ത് ഹല്ലേലൂയ സ്തോത്രം ഒരു വൈദ്യനുണ്ട്, അവിടെ പോകണം, അവർ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ചികിത്സിക്കുന്നവരാന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ കൂടെ വരാൻ ആരുമില്ല, എനിക്ക് അങ്ങനെ തനിയെ പോയി ഒരു ശീലവുമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ എൻ്റെ ഹല്ലേലൂയ സമീപം ഒരു ഭവനത്തിൽ ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു 50 വർഷമായ ഒരു കുപ്പനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അദ്ദേഹത്തെ കൂടെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ തലേ ദിവസം പോയി ആ വീട്ടിൽ ചെന്ന് വെട്ടി 2-3 ബസ്സൊക്കെ മാറി കയറി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഹല്ലേലൂയ മടങ്ങി വന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, വെളുപ്പിനെ 4 മണിയാകുമ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഒരു നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള വീടാണ്. ഹല്ലേലൂയ സ്തോത്രം. അവർ പറഞ്ഞു, 4 മണിയാകുമ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരിക്കണം. അതുപോലെ ഇവിടെ വന്ന് മരുന്ന് കഴിച്ചിട്ട് ചെന്നാൽ ഉടനെ മൺകലത്തിൽ പുത്തൻ തവിയിട്ട് കഞ്ഞി വെച്ച് ആ കഞ്ഞി അങ്ങനെ ഏതാണ്ട് അങ്ങനെ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് ആ അപ്പച്ചനെ വിട്ട് കലം കിട്ടുന്നെടുക്കുന്നു, കലവും തവിയും ഒക്കെ വാങ്ങിപ്പിച്ചു. അങ്ങനെ സ്തോത്രം. വെളുപ്പിനെ ഞങ്ങൾ 3 മണിയോ 2:30 എങ്ങാണ്ട് ആയപ്പോഴേ ഒരു ടാക്സി വിളിച്ച് ഞാനും ആ അപ്പച്ചനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ 4 മണിയായപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴാ അവിടെയും ഈ പറഞ്ഞോണൊക്കെ ഒരു ഉത്സവത്തിന്റെ ആളുണ്ട്. ഹല്ലേലൂയ. നാനാ ദേശത്തു നിന്ന് നാനാ ഭാഗങ്ങളിൽ നിന്നും ഈ മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കുടിക്കാനായിട്ട് ആളുകൾ കടന്നു വന്നിരിക്കുക. സ്തോത്രം. ഒരു കല്യാണത്തിന്റെ ആള്. ഹല്ലേലൂയ സ്തോത്രം. ആ ഭവനത്തിൽ അങ്ങനെ ഞങ്ങളുടെ ഇടമായി. അപ്പൊ വരുന്ന അവര് പറയുന്ന അവിടെ അവരുടെ ദൈവത്തിന്റെ ഒരു വഞ്ചി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പൈസ ഇടണം, അവർ മരുന്ന് കുടിച്ചിട്ട് പുറകോട്ട് നോക്കാതെ പൊക്കോണം, അങ്ങനെ എങ്ങാണ്ട് ഏതാണ്ടൊക്കെയാ പറയുന്നത്. സ്തോത്രം ചെയ്ത് എന്തായാലും അവർ അരച്ച് തന്ന ഏതാണ്ട് പച്ചമരുന്നുകൾ ഏതാണ്ടെല്ലാം അരച്ച് കലക്കിയ ഒരു സാധനമാണ്. അത് കുടിച്ചിട്ട് ഞങ്ങൾ വഞ്ചിയിലൊന്നും പൈസ ഇട്ടില്ല. ഞങ്ങൾ കടന്ന് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഹല്ലേലൂയ 10-20 അപ്പൊ ആ ഒരു ദിവസം അലോപ്പതി മരുന്ന് കഴിക്കണ്ടെന്ന് അവർ തന്നെ പറഞ്ഞു. ഡോക്ടറും ഇതെല്ലാം അറിയാവുന്നുണ്ട്. ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ദിവസം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞിരുന്നു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചുമന്നൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നാലും 10-20 ദിവസം അങ്ങനെ പിന്നീട് ആ മരുന്ന് കഴിച്ചതിന് ശേഷം അലോപ്പതി കഴിഞ്ഞ് വീട്ടിലിരുന്നു. 20ാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ സഹായത്തോടെ കുളിച്ചതിന് ശേഷം സിറ്റ് ഔട്ടിലോട്ടൊന്ന് ഇറങ്ങി വന്നപ്പോൾ അതുവരെ അകത്ത് മാത്രം ഇരിക്കും. സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാ ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കൂടുതൽ വെളുപ്പ് തോന്നുന്ന ഭാഗമൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഒരു പച്ചമഞ്ഞൾ മുറിച്ചാലുള്ള ഒരു കളറ്.
അതുമാതിരി ഇരിക്കുക. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഇത് ആരോട് പറയാനാണ്? ഞാനിത് കണ്ടിട്ട് എനിക്കങ്ങ് ഒത്തിരി സഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പോകുന്ന ടോയ്ലറ്റിൽ ഞങ്ങൾ ആരും പോകണമില്ല, നോക്കാറുമില്ല. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടോണ്ട് ഇത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു മകൻ അന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് അവന് അന്നേരം അങ്ങോട്ട് കയറി പോകുന്നു. സ്തോത്രം ചെയ്യുന്നു. അവൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യാൻ, ഏതെങ്കിലും ഒരു ബ്ലഡ് പരിശോധിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരാളിനെ വിളിച്ചോണ്ട് വന്ന് ഒന്ന് ബ്ലഡ് എടുത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. സ്തോത്രം ചെയ്തു. ഒരാളിനെ വിളിച്ചോണ്ട് വന്ന് ബ്ലഡ് എടുത്ത് അല്ലെങ്കിൽ കൊണ്ടുപോയി അവര് അല്ലെങ്കിൽ ആ റിസൾട്ട് വരുന്ന സമയത്ത് അവൻ പോയി വാങ്ങിച്ചോണ്ട് വന്നു. ഞാനത് നോക്കിയിരിക്കുക. അല്ലെങ്കിൽ അവൻ വരുന്നത് ഞാൻ ഗേറ്റിന്റെ അവിടെ വന്നപ്പോഴേ ഞാൻ അവന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നപ്പോഴേ എനിക്ക് മനസ്സിലായ സംഗതി എന്തോ സീരിയസ് ആണെന്ന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ എന്നോട് വന്ന് പറഞ്ഞു, ഹല്ലേലൂയ, പിന്നെ അദ്ദേഹത്തെ ഹല്ലേലൂയ സ്തോത്രം, ഇങ്ങനെ ഹല്ലേലൂയ വീട്ടിലിരിക്കുന്നത് പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ, നല്ല സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം പിന്നെ പതോളജിയിൽ അദ്ദേഹം പറഞ്ഞു തന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഉടനെ തന്നെ അവനെ കൂടെ വിളിച്ച് ഞാൻ പിറ്റേ ദിവസം വെളുപ്പിനെ ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പിന്നെ ഞാൻ വീണ്ടും ആ ഡോക്ടറെ വിളിച്ചു. അടുത്ത ഡോക്ടറെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ എറണാകുളത്തുള്ള ഒരു ഡോക്ടറെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്ന പോലെ നിങ്ങൾ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അദ്ദേഹം വിളിച്ചിട്ട് ആദ്യം ആ ഡോക്ടർ പറഞ്ഞതുപോലെ എന്നോട് വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾ എറണാകുളത്തുള്ള PBS ഹോസ്പിറ്റലിൽ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് ആ ഹോസ്പിറ്റലിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്, അവർ ലേക്ക് ഷോർ ഹോസ്പിറ്റലാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ചെന്നിട്ട് പിന്നെ അപ്പോൾ ആ ഡോക്ടറെ അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലാനാ പറഞ്ഞത്. 7 മണിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതുപോലെ 2 മണിയായപ്പോഴോ 4 മണിക്കൂർ വേണം അവിടെ ചെല്ലാൻ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ പിന്നെ 2 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ടാക്സി വിളിച്ച് ഞങ്ങൾ പോകാൻ, ഞാനും എൻ്റെ സമീപ ഭവനത്തിലുള്ള ഒരു സഹോദരൻ മുമ്പ് പറഞ്ഞ ആ പയ്യന് ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകന്. ഹല്ലേലൂയ ഞങ്ങൾ അങ്ങനെ പോയി. ഞങ്ങൾ അടൂരിൻ്റെ ബൗണ്ടറി കഴിഞ്ഞു. ഞങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അങ്ങ് പോയി. സ്തോത്രം ചെയ്യുന്നു. പിന്നെ പാർക്കിംഗ് ലൈറ്റ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. എറണാകുളം വരെ അങ്ങനെ പോകണം. കുറേ ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ ഇന്ന് ഏത് സ്ഥലമാണെന്നും എനിക്ക് ഓർമ്മയില്ല. ഹല്ലേലൂയ സ്തോത്രം. റോഡിൽ കൂടി വെളുപ്പിന് ഒരു വലിയ പ്രൊസഷൻ വരിക. ഹല്ലേലൂയ സ്തോത്രം. റോഡ് നിറഞ്ഞ് തിങ്ങി ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ എന്തുവാ കാവടി, അങ്ങനെ കുടം കൊണ്ടുള്ള പരിപാടികൾ ഏതാണ്ടൊക്കെ ഭയങ്കര പ്രൊസഷൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പോലീസുകാർ ഒരുപാട്, റോഡ് നിറച്ച ആളുകൾ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഇതിന്റെ നടുക്കോട്ടാ ചെന്ന് കയറിയത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ ചെന്നു. ആ പോലീസുകാരുടെ ഒക്കെ കണ്ണ് ദൈവം നിരോധിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ലൈറ്റില്ലാത്ത കാറുമായിട്ട് ഞങ്ങൾ എറണാകുളം വരെ നിരങ്ങിപ്പോയി. 7 മണിയായപ്പോൾ ആ ഡോക്ടറുടെ വീടിന്റെ അല്ലെങ്കിൽ മുറ്റത്തിൽ ഞങ്ങൾ ചെന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഡോക്ടർ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ചെന്ന് കാറിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹം കഥവ് തുറന്ന് ചോദിച്ചു, ഫിലിപ്പാണോ എന്ന. സ്തോത്രം. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഞങ്ങളെ കയറ്റി അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഹല്ലേലൂയ സ്തോത്രം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഹല്ലേലൂയ സ്തോത്രം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഹല്ലേലൂയ ഞങ്ങൾക്ക് അന്നേരം ലഭിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വാർഡ്. ഹല്ലേലൂയ സ്തോത്രം. ആ വാർഡിൽ ഹല്ലേലൂയ സ്തോത്രം അത് ഒരു കോമൺ ജനറൽ വാർഡ്. ഹല്ലേലൂയ. ഒരു കോമൺ ടോയ്ലറ്റ് ആണുള്ളത്. അവിടെ പോകാനും കൊണ്ടുപോകാനും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്കൊരു ശീലവുമില്ല. സ്തോത്രം. ഞാൻ അവരോട് പറഞ്ഞു, 2 പേർക്ക് കിടക്കാവുന്ന ഒരു ചെറിയ റേറ്റുള്ള ഒരു റൂം ഞങ്ങൾക്ക് തരണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞു. സ്തോത്രം ചെയ്തു. അങ്ങനെ ഞാൻ വളരെ ക്ഷീണിതയായിരുന്നു. എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ആ ബെഡിൽ അവിടെ ആ വാർഡിൽ അങ്ങനെ ഞാനും ആ ബെഡിലോട്ട് കിടന്നു മയങ്ങിപ്പോയി. മയങ്ങിയപ്പോൾ ആരും എന്നെ വന്ന് തൊട്ടു. സ്തോത്രം. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അവര് ഹല്ലേലൂയ പ്രൈമറി സ്കൂളിൽ അവരൊന്നിച്ച് പഠിച്ചാണ്. അദ്ദേഹം ഒരു പട്ടാളത്തിന്റെ ഒരു മേധാവി, ഒരു കേണലാണ്. ഹല്ലേലൂയ സ്തോത്രം. മിലിറ്ററിയുടെ കേണൽ. എങ്ങനെ അറിഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല. ദൈവമായിട്ട് ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹം അവിടെ ദൈവമായിട്ട് പ്രവർത്തിച്ചെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കാം.
ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ അദ്ദേഹത്തെ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ സ്തോത്രം. ആ പുള്ളിക്കാരൻ അവിടെ വന്നു. അദ്ദേഹത്തെ കണ്ടാല് ഏതാണ്ട് ഒരു രാജീവ് ഗാന്ധിയുടെ ലുക്കാണ്. ഹല്ലേലൂയ സ്തോത്രം. ഭയങ്കര സൈസുമുള്ള ഒരു മനുഷ്യനാണ്. സ്തോത്രം. അദ്ദേഹം പട്ടാള ഡ്രസ്സിൽ തന്നെയാണ് വന്നത്, തന്റെ യൂണിഫോമിൽ തന്നെ വന്നു, തന്റെ പട്ടാളത്തിന്റെ വണ്ടിയിലും വന്നു. ആ സമയത്ത് അവിടെ ഹല്ലേലൂയ സ്തോത്രം പുറത്തുനിന്ന് ആരെയും വിസിറ്റേഴ്സിനെ കയറ്റുന്ന സമയമല്ല. അദ്ദേഹം ആ ഡ്രസ്സിലും ആ വണ്ടിയിലും വന്നതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ കയറ്റി. നന്ദിയോടെ സ്തോത്രം. അദ്ദേഹം കടന്നു വന്ന് ഹല്ലേലൂയ സ്തോത്രം വന്ന് സന്തോഷത്തോടെ ചോദിച്ചു, നമുക്ക് അടൂക്കാർക്ക് ഇങ്ങനെയുള്ള രോഗമൊക്കെ വരുമോ എന്നും പറഞ്ഞുകൊണ്ട് വന്ന് സംസാരിച്ചു. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ. അപ്പോൾ അവിടെ ആ വാർഡിൽ അന്നേരം ഉണ്ടായിരുന്ന ഡോക്ടർ വന്നു. ഇവരുടെ ഡ്രസ്സൊക്കെ കാണുന്നതുകൊണ്ട് അവരുടെ ആ സ്ഥാനത്തെ മാനിക്കുന്നതുകൊണ്ട് അവിടെയുള്ളവരെല്ലാം അവരുടെ അടുത്ത് വന്ന് അവരോട് നന്നായിട്ട് പെരുമാറി. സ്തോത്രം. അപ്പം തന്നെ നോക്കുന്ന ഡോക്ടറുടെ പേര് ചോദിച്ചു. സ്തോത്രം. സ്തോത്രം. രാവിലെ പോകുവാൻ ഹല്ലേലൂയ സ്തോത്രം. പോയി ആ ഡോക്ടറെ അദ്ദേഹം കണ്ടു. ഡോക്ടറെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു റൂമൊക്കെ ഉടനെ കിട്ടും എന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു 3 മണിയായ സമയത്തേക്ക് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ഹല്ലേലൂയ എന്നോട് വന്ന ഒരു സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് റൂം റെഡി ആയിട്ടുണ്ടെന്ന്. സ്തോത്രം. ഞാനും എൻ്റെ ഞങ്ങള് ഹല്ലേലൂയ ഞങ്ങളെ കടന്നു റൂം കയറിയപ്പോൾ ഞാൻ ചോദിച്ചത് 2 പേർക്ക് കിടക്കാവുന്ന ഒരു ഏറ്റവും കുറഞ്ഞ റൂമാണ്. സ്തോത്രം. ഒരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. 5 സ്റ്റാർ ഹോട്ടലാണ് അവർ റൂമാക്കിയത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ദൈവം ചെയ്ത ഉപകാരം പറയാനാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വിഷയങ്ങൾ പറയാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ദൈവം അറിഞ്ഞുകൊണ്ട് നമുക്കൊരു പ്രശ്നം വന്നാൽ അത് രക്ഷയുടെ സന്തോഷത്തിലേക്കാണ് കടന്നു ചെല്ലുന്നതെങ്കിൽ അത് പിന്നെ അതിന് പുറത്ത് ദുഃഖിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കടന്നപ്പോൾ ലിഫ്റ്റിൽ ഇറങ്ങുന്ന നേരത്തെ റൂമിലേക്ക് ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ള ഒരു ഹല്ലേലൂയ സംവിധാനത്തിൽ ദൈവം എനിക്കിടെ തന്നെയുമല്ല അത് കയറിയ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കിടക്കുന്ന ആ ഫ്ലോറിൽ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ദൈവം അവിടെ ക്രമീകരിച്ചു തന്നു. അവിടെ കിടന്നു ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ബിൽ 24 മേളിലോട്ട് ഏതാണ്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. STPT എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് അതിന്റെ നോർമലോ അതിന്റെ കൂടുതൽ വേണ്ടിയത് 40 മേപ്പോട്ടൊന്നും വരാൻ പാടില്ലാത്തതുകൊണ്ട് അത് 2400 2500 ആ റേഞ്ചിലൊക്കെയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവരെ ഹല്ലേലൂയ 4 ദിവസത്തോളം അവിടെ കിടക്കുവാനിടയായി. അവർ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഹല്ലേലൂയ സ്തോത്രം ഈ ഡ്രിപ്പ് ഇടുക, പിന്നെ വേണ്ടുന്ന ടെസ്റ്റുകൾ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. സമയത്തൊക്കെ ഉള്ളവരെ ഹല്ലേലൂയ എൻ്റെ ഭവനത്തിൽ ഹല്ലേലൂയ അത് അവിടുത്തെ പെന്തിക്കോസ്തുകാരെ ഞങ്ങൾ സ്നാനപ്പെട്ടിട്ട് ഏതാണ്ട് ഹല്ലേലൂയ 2 ആഴ്ച 3 ആഴ്ച 1 മാസം കഴിയുന്നതിന് മുൻപുള്ള വിഷയമാണ്. അവിടെ ആ ദേശത്തുള്ള ഡിനോമിനേഷനിൽ യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ പെന്തിക്കോസ്തുകാർ മുഴുവൻ അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് അങ്ങ് ഏറ്റെടുത്തിട്ട് എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം അവരെല്ലാവരും പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് ഹല്ലേലൂയ ഏറ്റെടുത്തിട്ട് ഹല്ലേലൂയ ആ വിഷയത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കാനും ജാഗരിക്കാനും ഹല്ലേലൂയ എൻ്റെ വീട്ടില് എൻ്റെ ഭവനത്തിൽ ഹല്ലേലൂയ സ്തോത്രം അനേകർ ഹല്ലേലൂയ കടന്നു വന്നിരുന്ന പ്രാർത്ഥനയായിട്ടൊന്നുമല്ല, അവരിങ്ങനെ കടന്നു വന്നിരുന്ന പിന്നെ കണ്ടിന്യൂസ്ലി ഹല്ലേലൂയ പ്രാർത്ഥന നടത്തുമായിരുന്നു. ദൈവത്തിന് നന്ദിയോട് ഇന്നതുപോലെ ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു സഹോദരി ഹല്ലേലൂയ സ്തോത്രം കുമിള ഹല്ലേലൂയ സ്തോത്രം അതിന്റെ സമയം കഴിയുമ്പോ കൂമ്പുന്നത് പോലെ ആ ലിവർ ഇങ്ങനെ കൂമ്പുന്ന അവസ്ഥ ഹല്ലേലൂയ പുള്ളിക്കാരി വെളിപ്പാട് വന്നതായിട്ട് എന്നോട് പറയാനിടയായി. എന്നിരുന്നാലും ഹല്ലേലൂയ സ്തോത്രം. ദൈവം അവിടെ നിന്ന് വിട്ടതിനെ കൽപ്പിച്ച ഹല്ലേലൂയ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ദൈവം നിർത്തിയിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച ഹല്ലേലൂയ ചില ജീവിതങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ദൈവം വെളിപ്പെടുത്തി തന്നു. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഭവനത്തില് ഹല്ലേലൂയ ഹൈന്ദവ ഭവനമാണ്. ഹല്ലേലൂയ അവരുടെ കുടുംബമായിട്ടുള്ള ഒരു കാവ് അതിനോട് ചേർന്ന ചില പൈശാചിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു ആഭിചാരങ്ങൾ വന്ന് അവിടെ കൂടി ആകപ്പാടെ അങ്ങനെയൊക്കെ വലിയ അവർ സാമ്പത്തികമായിട്ടൊക്കെ നിലവാരത്തില്ല. പക്ഷേ അവിടെ നടക്കുന്ന മുഴുവൻ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതായിട്ടൊക്കെ വെളിപ്പാട് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞ് ചെയ്ത വിധങ്ങൾ വരെ പറയാനിടയായി.
സ്തോത്രം ചെയ്ത് ദൈവം അവിടുന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. 3 മാസത്തിന് ശേഷം വീണ്ടും ആ മനുഷ്യനെ ഹല്ലേലൂയ സ്തോത്രം ഇദ്ദേഹം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ കാറോട് ഉൾപ്പെടെ സൂപ്പർ ഫാസ്റ്റിന്റെ കീഴിൽ കയറി ഹല്ലേലൂയ മരിച്ചില്ല. പക്ഷേ കാറ് തവിട് പൊടിയായിട്ട് 4 മാസം അദ്ദേഹം മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വന്നു. സ്തോത്രം ദൈവം ഹല്ലേലൂയ. പാപി മാനസാന്തരപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ സ്തോത്രം ആ വിഷയം ഇങ്ങനെ വെളിപ്പെട്ട് വന്നത് ഞാൻ പറഞ്ഞതാ. സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഒരു ദൈവദാസൻ ഹല്ലേലൂയ എന്റെ ഭവനത്തിൽ വന്ന് രാത്രിയിൽ ഇതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കൈ ചൂണ്ടി ചോദിച്ചു, ഈ ഭാഗത്തൊരു തെങ്ങുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, ഇപ്പോഴാ തെങ്ങുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ശരിയാണ് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അവിടെ ഒരു തെങ്ങ്, ഹല്ലേലൂയ സ്തോത്രം. അതിന് ഞങ്ങളുടെ വാഷ് ബേസിനിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവനും ആ തെങ്ങിന്റെ ചോട്ടിലാക്കുന്നു. അതുപോലെ ഒരു ലോഡ് മണലും അതിന്റെ ചോട്ടിൽ കിടപ്പുണ്ട്. ആ തെങ്ങ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കായ്ക്കാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് 3 മാസത്തെ ഹല്ലേലൂയ കരിക്ക് കുടിച്ചത് മുഴുവൻ ആ തെങ്ങയിലെയാ. ഹല്ലേലൂയ സ്തോത്രം. അത് ഞങ്ങളുടെ വീടിന്റെ മുകളിലോട്ട് കയറിയാൽ അതെല്ലാം തേങ്ങ പറിക്കാൻ പറ്റും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ തേങ്ങ മുഴുവൻ ഞാൻ ഹല്ലേലൂയ ഒരു ദിവസം 4-5 കരിക്ക് കുടിക്കും. അത്രയും കരിക്ക് ആ ദിവസങ്ങളിലെല്ലാം കുടിക്കുവാൻ ദൈവം ഇടയാക്കി. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റു. ആ തെങ്ങ് അതോടുകൂടി പോയി. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ ദാസൻ എന്നോട് അങ്ങനെ പറയാനിടയായി. ആ തെങ്ങ് ഹല്ലേലൂയ സ്തോത്രം പോയതോടുകൂടി ആ മരണത്തിൽ നിന്നുള്ള നെയ്ക്ക് പോക്ക് കിട്ടിയെന്ന് കർത്താവിന്റെ ദാസൻ എന്നോട് പറയാനിടയായി. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ കഷ്ടങ്ങളിൽ കൂടെയൊക്കെ പോയി. അവിടെ ഞങ്ങൾ എഴുന്നേറ്റ് ഒത്തിരി വിഷയങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പറയാനുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് കഴിഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ മാതാവ് ഹല്ലേലൂയ സ്തോത്രം പാർക്കിൻസൺസ് പിടിച്ചു. വീട്ടിൽ ഇറങ്ങത്തില്ല ഒരു തരത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നിന്ന് ഞങ്ങളാവുന്നത് പറഞ്ഞാലും അവിടെ ഇറങ്ങത്തില്ല. എൻ്റെ സഹോദരി അമേരിക്ക വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ സഹോദരി എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഫാദറിനും പാസ്പോർട്ട് എടുത്തു. അവർ രണ്ടുപേരും അമേരിക്ക വരത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അവർ രണ്ടുപേരും വന്നിട്ടുമില്ല, അവർ വരത്തുമില്ല. അങ്ങനെ ഇരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒടുവിൽ ഹല്ലേലൂയ എൻ്റെ അമ്മയ്ക്ക് പാർക്കിൻസൺസും ആയിട്ട് ഹല്ലേലൂയ സ്തോത്രം വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. ഇട്ടേക്കുന്ന ആ ബ്ലൗസിന്റെ പിന്നൊന്നും ഇടാൻ എൻ്റെ അമ്മയെ കൊണ്ട് പറ്റത്തില്ല. ഒരു ചെറിപ്പിൻ കുത്താൻ എൻ്റെ അമ്മയെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എൻ്റെ അമ്മയെ വളരെ ഹല്ലേലൂയ ഭാരത്തിലായെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. എവിടെയെങ്കിലും ഒക്കെ ഒരഞ്ഞ് കൈയും കാലും എല്ലാം ഹല്ലേലൂയ ഒരഞ്ഞിരിക്കുക. എന്നാലും ആരെയും സഹായത്തിന് സമ്മതിക്കത്തുമില്ല, ചെയ്യത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ 10-25 റബ്ബർ ഷീറ്റുണ്ട്. അത് ഹല്ലേലൂയ വീട്ടുകാരനെ കൊണ്ട് അടുപ്പിക്കത്തില്ല, അമ്മയ്ക്ക് അടിക്കണം. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് അടിക്കുന്ന റോളർ. സ്തോത്രം. അതെല്ലാം തന്നെ ചെയ്യും. അതെല്ലാം തന്നെ പറക്കിയിട്ട് ഉണങ്ങണം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമയായിട്ട് അങ്ങ് വന്നു. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, എന്നെ ചത്ത ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ആയി. ഒടുവിൽ സ്തോത്രം ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട് ആ വിഷയത്തിന്. ഒരു ദൈവസനോട് ഒരു തോന്നും പറഞ്ഞു, എൻ്റെ അമ്മയെ ഹല്ലേലൂയ കോൺക്രീറ്റ് പില്ലറിനകത്ത് ഹല്ലേലൂയ ഒരു കമ്പി ബന്ധിച്ച് വെച്ചേക്കാം. ഈ അമ്മയിൽ നിന്ന് ബന്ധിച്ച് വെച്ചേക്കുവാന്ന് പറയാനിടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ രണ്ടുപേരും വിശ്വാസത്തിലിറങ്ങി. ഞങ്ങളെ നിന്നാപാത്രമാക്കല്ലേ എന്ന് ഹല്ലേലൂയ. ഒരാഴ്ച വന്നിട്ട് ഹല്ലേലൂയ ഞാൻ വരുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ ഏതവസ്ഥയിലാണ് ഞാൻ കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ തൂമ്പായി കൊണ്ട് പഠിച്ചു പോരണ്ടി പോലെ വല്ലതും ആയിപ്പോമോ അങ്ങനെയുള്ള ഭാഗത്തോടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. എൻ്റെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് 3-4 പട്ടിയെ കൂടെ വളർത്തും. അമ്മയുടെ സംരക്ഷണം പട്ടികളാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അകത്ത് പട്ടി, പുറത്ത് പട്ടി, അങ്ങനെ പട്ടികളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതിനെല്ലാം കുറേ ചോറ് വെച്ച് അവിടെ എവിടെയൊക്കെ അങ്ങ് വെച്ച് കൊടുക്കും. അതുങ്ങൾ തിന്നുകൊണ്ട് അവിടെയൊക്കെ കിടന്നോളും. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം. അങ്ങനെ എൻ്റെ അമ്മ ഹല്ലേലൂയ സ്തോത്രം. ഒരു ദിവസം ഞാൻ പോയി ഒരു സൈക്യാട്രി ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഈ അമ്മയുടെ വിഷയം പറഞ്ഞു, നിങ്ങൾ കൂടെ പോയി നിൽക്കാമെങ്കിൽ ഞാൻ മരുന്ന് തരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പെട്ടെന്നൊരു ദിവസം ഇതുപോലെ എൻ്റെ സഹോദരി വിളിച്ചു പറഞ്ഞു, ഞാൻ വരുവാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സഹോദരി എൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം സഹോദരി ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് സന്ധ്യയായപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ ഒരു 5 മണിയാകുമ്പോൾ കിടക്കും, 3 മണിക്ക് എഴുന്നേക്കും. രാത്രിയിൽ അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചാൽ രാവിലെ പിന്നെ ഇങ്ങനെ പുറത്തെ പണികളാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെയൊക്കെയാ ജീവിത രീതി അങ്ങ് മാറ്റിക്കളഞ്ഞമ്മ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം അമ്മ കാര്യമൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പേടിയാണ്. എൻ്റെ സഹോദരിയെ അമേരിക്കയിൽ നിന്ന് വന്നതായതുകൊണ്ട് വല്ലവരും വന്ന് കൊന്നുകളയും, അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് പോകണം.
അങ്ങനെ ആയി അമ്മയുടെ വിഷയം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ശത്രു പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒടുവിൽ ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ പോന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഞങ്ങൾ വരും, അമ്മ ഹോസ്പിറ്റലിൽ പോകണം, ഞങ്ങൾ ഡോക്ടറൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോയി തന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, അമ്മയെ ഈ വയലൻ്റ് ആകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സഡേറ്റീവ് കൊടുത്തിട്ടേ അവിടെ നിന്ന് ഇറക്കാൻ പറ്റത്തുള്ളൂ. സഹോദരിയും കൂടെ ഉണ്ടല്ലോ, ധൈര്യത്തോടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അല്ലെങ്കിൽ ചെന്നുകൊണ്ട് എൻ്റെ സഹോദരി പറഞ്ഞു അമ്മയ്ക്കൊരു കാപ്പി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കാപ്പി ഇട്ടു, അവിടെ കൊടുത്തു. അവൾ ആ ഗുളിക പൊടിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ വളരെ കാമായിട്ട് ഒന്നും പ്രതികരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലായി. സ്തോത്രം. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്യിച്ച് ഞങ്ങൾ കാറിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ രാത്രിയിൽ ഹല്ലേലൂയ ഞാനും ഒന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ കൊണ്ടുവരാതെ നേരെ ഞങ്ങൾ ഹല്ലേലൂയ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അമ്മയ്ക്ക് പരുമല പോയാൽ മതി എന്ന് പറഞ്ഞാൽ പരുമല അമ്മയുടെ തിരുമേനിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് പരുമല പോകാമെന്ന് പറയുന്നത്. സ്തോത്രം. അടൂര് വരെ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ തിരുവല്ലായ്ക്കുള്ള റൂട്ടിൽ തിരിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, നിങ്ങൾ പരുമലയല്ലയോ പോകുന്നത്, നിങ്ങൾ വേറെ എങ്ങോട്ടാണെന്നല്ല പോകുന്നതെന്ന് ചോദിച്ചു. സ്തോത്രം ചെയ്യുന്ന അവിടെ ഹല്ലേലൂയ. അപ്പം ഞാൻ വണ്ടി ഓടിച്ചിരുന്ന പയ്യൻ പറഞ്ഞു, ഞങ്ങൾ പന്തളത്തൂടെ പോകാൻ അമ്മച്ചിന്ന് പറഞ്ഞു. സ്തോത്രം. അമ്മച്ചിന്നൊന്നും വിളിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല, ടീച്ചറെന്ന് വിളിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടെ നിന്ന് ഹല്ലേലൂയ ഞങ്ങൾ കൊണ്ടുപോയി വഴി വെച്ചൊക്കെ അമ്മയ്ക്ക് ഭയങ്കര അഭിപ്രായമൊക്കെ വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹല്ലേലൂയ സ്തോത്രം കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളിൻ്റെ വീടിൻ്റെ വാതുക്കെ നിർത്തി ഹല്ലേലൂയ സ്തോത്രം അമ്മയ്ക്ക് വേണ്ടതാ ഇതുണ്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തു. തണുത്ത വെള്ളമൊന്നും കുടിക്കത്തില്ല. അവരുടെ വീട്ടിൽ നിന്ന് 2 ചൂടുവെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ഇടയായി. സ്തോത്രം. ഒടുവിൽ ഞങ്ങൾ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഹല്ലേലൂയ ആ ഡോക്ടറും അമ്മയും കൂടെ അങ്ങ് വലിയ അടുപ്പമായി. ആ ഡോക്ടർ അങ്ങ് അടുപ്പമായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്തോ പറഞ്ഞാലും അമ്മ കേൾക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ഡോക്ടർ അമ്മയോട് പറഞ്ഞു ഹല്ലേലൂയ ഞാൻ പറയാതെ ആ ഡോക്ടർ അമ്മച്ചിന്ന് വിളിക്കാൻ പറ്റില്ല, ടീച്ചറിന് വിളിക്കണം. സ്തോത്രം. ആ ഡോക്ടർ അതുപോലെ ചെയ്തോളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ടീച്ചർ ഒരു കാര്യം ചെയ്യണം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി സ്വന്തം വീട്ടിൽ പോയി താമസിക്കരുത്, അതുവരെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ താമസിക്കണം, ഞാൻ പറഞ്ഞിട്ട് മാത്രം ഇനി സ്വന്തം വീട്ടിൽ പോയി താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഹല്ലേലൂയ കുറേ നാൾ ഹല്ലേലൂയ അങ്ങനെ പിന്നെ എഴുന്നേറ്റ് നടക്കാനും ശാരീരികമായിട്ട് ഇച്ചിരി ബലവുമൊക്കെ ആയി. ഹല്ലേലൂയ സന്തോഷമൊക്കെ ആയി. ഹല്ലേലൂയ അമ്മയുടെ ബന്ധുക്കളൊക്കെ പലരും അവിടെ വന്ന് കാണാനും ഒക്കെ അവരൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. ഹല്ലേലൂയ സ്തോത്രം. നടപ്പിലൊക്കെ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. സ്തോത്രം. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് വീണ്ടും ചിക്കൻ ഗുനിയയുടെ സമയത്ത് വീണ്ടും ഏതാണ്ടൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ. ഹല്ലേലൂയ സ്തോത്രം. പുഷ്പഗിരിയിൽ ഞാനും എൻ്റെ ഹെൽപ്പിനുള്ള സഹോദരി എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച ഹല്ലേലൂയ സ്തോത്രം ഞാനും അവളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഏതാണ്ട് 25 ദിവസത്തോളം അവിടെ കിടന്നു. എൻ്റെ അമ്മ ഒരു ഡെഡ് ബോഡി പോലെ ആ ദിവസങ്ങളിൽ കിടക്കുവാനിടയായി. സ്തോത്രം. അവിടെ ചെന്ന് എനിക്കൂടെ ചിക്കൻ ഗുനിയ പിടിക്കാനിടയായി. സ്തോത്രം. എൻ്റെ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഹല്ലേലൂയ എൻ്റെ തുണി എനിക്കിടാനും എൻ്റെ ഒരു കാര്യവും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നു. എൻ്റെ കാല് മുഴുവൻ നീര്, കൈയുടെ പുത്തേക്ക് മുഴുവൻ നീര്. അങ്ങനെ ഞാൻ തന്നെ പെട്ടെന്ന് ഞാൻ പോയി എൻ്റെ ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിപ്പോയി ചെയ്തു. അവിടെ ഞാൻ കാണുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നോണ്ട് അദ്ദേഹത്തിനടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് അങ്ങ് ചൂടായി. ദൈവത്തിന് നന്ദി, ആര് പറഞ്ഞു നിങ്ങളോട് നോക്കാനെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കന്ന് സംസാരിക്കാൻ വയ്യ, ഒന്നും വയ്യാത്തൊരവസ്ഥയില്ല. ഹല്ലേലൂയ സ്തോത്രം. അവിടെ എനിക്ക് തരാൻ ഒരു മുറി പോലും ആ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അന്നില്ല, അത്രയ്ക്ക് തിരക്കായി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാൻ വയ്യാതെ ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് ആ കൊച്ചും കൂടെ അവിടെ ഉണ്ട്. രാത്രി മുഴുവൻ ആ കൊച്ചനെ തിരുമ്മിയാണ് ഞാനൊന്ന് ഉറങ്ങുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞാൻ അവിടെ ആയിരുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ കൂടെ കിടന്ന ഒരു സ്ത്രീയുടെ അവരുടെ സഹായത്തിന് നിന്നിരുന്ന ഒരു സഹോദരി ഹല്ലേലൂയ അവരോട് എൻ്റെ കൂടെ വന്ന് ഡോക്ടറെ കണ്ട ഹല്ലേലൂയ അവർ വേണ്ടുന്ന മരുന്നൊക്കെ തന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ പിന്നെ ഉണ്ടായി. എനിക്കൊരു റൂം വേണമെന്ന് പറയാൻ പോലുമുള്ള ആരോഗ്യം എനിക്കില്ലാതെയായി. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പിന്നെ
എങ്ങനെയോ എനിക്കൊരു റൂം കിട്ടി. എനിക്ക് മോൻ്റെ ഇടയ്ക്ക് ബന്ധമൊക്കെ വന്നു, ഭക്ഷണം കിട്ടാതെയായി, ആകെപ്പാടെ വല്ലാത്ത ബുദ്ധിമുട്ട്. 25 ദിവസം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡോക്ടറോട് ചോദിച്ചതിൻ്റെ പിന്നെ സഹോദരിയോട് പറയണം, അമ്മയെ ഈ ഭാഗത്തൊന്നും പിടിച്ചാലൊന്നും അറിയത്തില്ല, അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ അമ്മയായിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഹല്ലേലൂയ സ്തോത്രമില്ല. ഞാൻ പറയാമെന്ന് പറഞ്ഞ ഡോക്ടർ ഏതായാലും ഒരു ദിവസം വന്ന് അമ്മയെ തട്ടിയൊപ്പിഴ ഹല്ലേലൂയ സ്തോത്രം. അമ്മ അങ്ങ് കണ്ണ് തുറന്നിട്ടപ്പോൾ ഡോക്ടർ എന്നെ ചൂണ്ടിച്ചു വെച്ചു, ഇതാരാ? അന്നേരം പറഞ്ഞു എൻ്റെ മോളാന്ന് ചോദിച്ചു. പേരെന്തുവാന്ന് ചോദിച്ചു. അന്നേരം പേരാ പറഞ്ഞു. അമ്മയുടെ ഹസ്ബൻഡിന്റെ പേരെന്തുവാന്ന് ചോദിച്ചു. ഹല്ലേലൂയ അതെല്ലാം പറഞ്ഞു. അമ്മ അങ്ങ് നോർമലായി. സ്തോത്രം. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് അമ്മ നോർമൽ രീതിയിലായി. അല്ലെങ്കിൽ നോർമൽ രീതിയിലായിട്ട് ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ഹസ്ബൻഡ് 1 വർഷക്കാലം എൻ്റെ അമ്മയോട് തിരുവചനം പറയുവാനിടയായി. ഹല്ലേലൂയ വചനം പറഞ്ഞത് മുഖാന്തരം സ്തോത്രം. എൻ്റെ അമ്മ ഹല്ലേലൂയ 1 വർഷത്തിന് ശേഷം സത്യം മനസ്സിലാക്കിയിട്ട് ഹല്ലേലൂയ എൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ അമ്മ ഹല്ലേലൂയ അങ്ങനെ 1 വർഷത്തിന് ശേഷം എൻ്റെ അമ്മ സ്നാനപ്പെടുവാനിടയായി. പെന്തിക്കോസുകാരെ ചെത്തിപ്പറിച്ച് മുറ്റത്ത് കയറ്റുന്നത് പറയുന്ന എൻ്റെ അമ്മ സ്നാനപ്പെടുവാനായി. എന്നെ വിളിക്കുന്നത് നാട്ടിലെ ഏറ്റവും താണവർഗത്തിലുള്ള ഒരാളിൻ്റെ പേരാണ് ഞാൻ വിളിക്കുന്നത്. കാരണം ഞാൻ പിന്നെ ആഭരണമില്ലാതെ നടക്കുന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ ആഴ്ചയിൽ ഒരു കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അന്നേരമൊക്കെ ആ മുറ്റത്ത് അങ്ങോട്ട് നിന്ന് ഉറച്ച് എന്നെ വിളിക്കുക. നാട്ടുകാരെല്ലാം കേൾക്കത്തക്കണക്ക് എന്നെ ആ പേരിലാണ് അമ്മ വിളിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ആ അമ്മ ഹല്ലേലൂയ എൻ്റെ വീട്ടിൽ വെച്ച് ഹല്ലേലൂയ ഏതാണ്ട് 10 വർഷക്കാലം എൻ്റെ അമ്മ എവിടെ ആയിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ അമ്മയ്ക്കും ഹല്ലേലൂയ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ഒരു മരണം എൻ്റെ ദൈവം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. ഒരു ദിവസം ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി ഹല്ലേലൂയ എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്ന് സ്നാനക്കുളത്തിൽ ഇറങ്ങിയാണ് എൻ്റെ അമ്മ സ്നാനപ്പെട്ടത്. എൻ്റെ അമ്മ സ്നാനപ്പെട്ടിട്ട് കയറി വരുന്ന ഹല്ലേലൂയ ആ മുഖം ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു സൂര്യ തേജസ്സുള്ള ഒരു മുഖവുമായിട്ടാണ് എൻ്റെ അമ്മ കയറി വന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത്ര തേജസ് അമ്മയുടെ മുഖത്ത് ഹല്ലേലൂയ വിളങ്ങുന്നത് ഞാൻ കണ്ടു. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് പറയാനിടയായി, നീ ഒരു ഭയങ്കരനാണല്ലോ, നീ എന്നെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചല്ലോ എന്ന് പറയാനിടയായി. നോർമൽ സെൻസിട്ടല്ല അത് പറഞ്ഞത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എൻ്റെ അമ്മ ഹല്ലേലൂയ അങ്ങനെ 10 വർഷത്തിന് ശേഷം ഒരു ദിവസം പിന്നെ ഒരു സന്ധ്യാവേളയിൽ 9 മണിയായ സമയത്ത് അമ്മയ്ക്ക് ഇഷ്ടമായ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നെബുലൈസറൊക്കെ വെച്ച് അമ്മയ്ക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമായിരുന്നു. സ്തോത്രം. എപ്പോഴും എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ മകൻ വീട്ടിലുള്ളതുകൊണ്ട് ഉടനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാ വിഷയവും അത് ഞാൻ എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിലും ചർച്ചിലും ഒക്കെ കൊണ്ടുവന്നത് ഈ നിൽക്കാൻ വയ്യാത്ത ആളിന് കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം ചെയ്ത് എനിക്ക് ഇടേണ്ട പോലെ തന്നെ എല്ലാ ഡ്രസ്സുകളും അമ്മയെ ഇടിപ്പിച്ച് അമ്മയുടെ മുടി ചീകി കെട്ടി അത് പിന്നെ ഒരു കണ്ണിലോട്ട് വീഴുന്ന മുടി പോലും കൈ കൊണ്ടൊന്നും നീക്കി വെക്കത്തില്ല. സ്തോത്രം ചെയ്യുന്ന അങ്ങനെ എല്ലാം ചെയ്ത് ആ സാരിയൊക്കെ ഉടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സ്വാതന്ത്ര്യം ഇല്ലാതെ ഇങ്ങനെ ഒരു ഷേപ്പ്ലെസ് ആയ ശരീരമാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ ചർച്ചിൽ കൊണ്ടുവന്ന് എങ്ങനെ നൈറ്റ് ഇട്ടുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് സാരി ഉടുപ്പിച്ചുകൊണ്ട് പോകും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെയൊക്കെ ഹല്ലേലൂയ അമ്മയെ 1 വർഷക്കാലം നോക്കി, 10 വർഷക്കാലം നോക്കി. ഹല്ലേലൂയ സഹായികളൊക്കെ ഉണ്ടായിരുന്നു. അതും ഒത്തിരി പേര് നമുക്ക് സഹായത്തിലുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് അതിനെക്കാട്ടില്ല. സ്തോത്രം ചെയ്യുന്നു. നല്ല പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. അമ്മ ഒരു രാത്രിയിൽ ഹല്ലേലൂയ ഇങ്ങനെ പിന്നെ ഒരു ബ്രീത്തിങ് പ്രോബ്ലം പോലെ തോന്നി ഞങ്ങൾ പെട്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം ഈ ട്രീറ്റ്മെന്റ് എടുത്ത് വെച്ച് കൊടുത്തു. ഞാൻ അമ്മയ്ക്ക് ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ കൊടുത്തിട്ട് അമ്മ അങ്ങനെ കിടത്താമെന്ന് വിചാരിച്ച് ഞാൻ ഓട്സ് എടുത്ത് പാത്രത്തിലെടുത്തപ്പം എൻ്റെ മകൾ അവിടെ പ്രസവിച്ച് കിടക്കുക. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മകൾ ഹല്ലേലൂയ അമ്മ അവിടെ നിന്നുണ്ട് പാപ്പാന്ന് വിളിക്കുന്നത് കേട്ടുണ്ട്. ഓടി ഞാൻ ചെന്നപ്പോഴത്തേനും അവർ രണ്ടും കൂടെ താങ്ങിയെടുത്ത് അമ്മയെ കട്ടിലേക്ക് കിടത്തുക ഇരിക്കുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എൻ്റെ അമ്മ ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മയുടെ മരണം എന്നെ കാണിക്കല്ലേ, എനിക്ക് അത് സഹിക്കാനുള്ള കഴിവില്ലെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു. അതുവരെ ഞങ്ങളെല്ലാവരും വട്ടത്തിൽ നിന്ന് വേണ്ടത് എല്ലാ ശുശ്രൂഷയും മരിക്കുവാന്നൊന്നുമല്ല, ആ വലിവിന്റെ ബുദ്ധിമുട്ട് ഞങ്ങളത് അതിനമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ എന്നെ ഇങ്ങനെ മേലുകയും അങ്ങ് നോക്കും അമ്മ. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഞാൻ അമ്മയുടെ മുഖമൊക്കെ തൂത്ത് ഹല്ലേലൂയ സ്തോത്രം. എന്തുവാന്നൊന്നും പറയുന്നില്ല. സ്തോത്രം ചെയ്തു. മരണത്തിനുള്ള സന്ദർഭമായിരുന്നു. ഞാൻ കിച്ചണിൽ വരെ പോയി ഒരു പാത്രം എടുത്ത് ഓടിച്ചൊഴിച്ചു. അത്രയും സമയത്തിനോടൊക്കെ എൻ്റെ അമ്മയും ഇന്ന്
മാറ്റപ്പെട്ട ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഹല്ലേലൂയ എൻ്റെ അമ്മ അങ്ങനെ മരിക്കാനിടയായി അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അടക്കം ദൈവദാസന്മാരാൽ ദൈവം നടത്തി. ഹല്ലേലൂയ സ്തോത്രം. ഒടുവിൽ ഹല്ലേലൂയ സ്തോത്രം അമ്മയുടെ ആൾക്കാരൊക്കെ പറയും പട്ടിയെ കുഴിച്ചിട്ട പോലെ കൊണ്ടൊന്ന് കുഴിച്ചിട്ട് എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നന്നായിട്ട് ആ അടക്ക ശുശ്രൂഷകളൊക്കെ വേണ്ടുന്ന പോലുള്ള ശുശ്രൂഷകളെല്ലാം ഹല്ലേലൂയ ഭവനത്തിൽ വെച്ച് ചെയ്യാനിടെ അമ്മ ജീവിച്ചതോ ജനിച്ചു വീഴുന്നതുമായ നാട്ടിലല്ല അമ്മ മരിക്കാനിടയായത്. സ്തോത്രം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹല്ലേലൂയ നാട്ടിലാണല്ലോ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവർ ജനിച്ചു വളർന്നവരെ കാട്ടിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരടക്കവും ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ അമ്മയുടെ കൂടെ പഠിപ്പിച്ച ഹല്ലേലൂയ ഒരു അധ്യാപിക അവിടെ വരുവാനിടയായി. സ്തോത്രം. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാർ വരെ അന്നത്തെ പേപ്പറിലെ കണ്ടായിരിക്കും അവിടെയൊക്കെ ഉള്ളവരൊക്കെ അവിടെ വരുവാനിടയായി. അവരൊക്കെ സാക്ഷ്യം പറയുവാൻ അമ്മയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയാനും ഒക്കെ ഇടയായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ എൻ്റെ അമ്മയെ കൊണ്ടുവന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ ചർച്ചിന് സെമിത്തേരിയിൽ അടക്കുവാനും ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം എൻ്റെ അമ്മാച്ചൻ അവിടെ വെച്ച് ഹല്ലേലൂയ വല്ലാതെ വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ അമ്മയെ ഹല്ലേലൂയ കൊണ്ടുവന്ന് ഹല്ലേലൂയ അവരുടെ ആ രീതിയിൽ അടക്കിയില്ലല്ലോ എന്നുള്ള ചിന്തയായിരിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അടക്കവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം ഹല്ലേലൂയ ഒക്കെ അന്ത്യകാലങ്ങളിൽ ഞങ്ങൾക്ക് അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഒരുക്കി. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഹോസ്പിറ്റലൊക്കെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്കൊന്ന് വീട്ടിലോട്ട് പോകണമെങ്കിൽ ഒന്നുമില്ല എൻ്റെ ഹസ്ബൻഡ് ഇരുത്തിയിട്ടായിരിക്കും. അന്നേരമായിരിക്കും അമ്മയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ എൻ്റെ മകനെ ഞാൻ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മരുമകളെ ഞാൻ ഓർക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ മോൻ വിവാഹം കഴിക്കുന്നതിന് മുൻപാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഞാൻ അമ്മയോട് എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാൽ ഹല്ലേലൂയ സ്തോത്രം അവൻ എന്നെ വഴക്ക് പറയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ പറയട്ടെ ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ഡയറ്റ് കെട്ടേണ്ട ആവശ്യം വരും. എനിക്ക് തന്നെ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ കുഞ്ഞെന്നെ സഹായിച്ചിട്ടുണ്ട് അമ്മയെ കുളിപ്പിക്കാൻ. ഹല്ലേലൂയ ഇച്ചിരി നടക്കാൻ വേണ്ടി ഞങ്ങൾ അകത്ത് കുളിപ്പിക്കാതെ വെളിയിൽ ബാത്റൂമിൽ കൊണ്ടുപോകും. അത്രയും നടക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം. ഹല്ലേലൂയ സ്തോത്രം. എന്നാലും കൊണ്ടുപോയി അവിടെ വെച്ച് കുളിപ്പിക്കാൻ എനിക്ക് തനിയെ ഒക്കത്തില്ല. സ്തോത്രം. അതിൽ എൻ്റെ ജോലിക്ക് ചിലപ്പോൾ അവർ വീട്ടിലൊക്കെ പോകുന്ന സന്ദർഭങ്ങളിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്ന. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അവൻ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എൻ്റെ കുഞ്ഞൊത്തിരി എനിക്ക് അതിന് വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ മരുമകൾ ഹല്ലേലൂയ അവളും ഹല്ലേലൂയ അവളുടെ അമ്മയെക്കാട്ടില്ല ഹല്ലേലൂയ അവളുടെ അമ്മായിയുടെ അമ്മയാണെന്ന് ഓർക്കണം. ഹല്ലേലൂയ ആ കുഞ്ഞു എനിക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയൊക്കെ അവൾ ശുശ്രൂഷിക്കുവാനിടയായി. സ്തോത്രം. അവൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ഒടുവിൽ എൻ്റെ അമ്മ എൻ്റെ മകളെ മറന്നുപോയി. അല്ലെ എൻ്റെ മരുമകളെ ഹല്ലേലൂയ ചോദിച്ചാൽ അവളുടെ പേരറിയാം, അവളെ അറിയാം. ഹല്ലേലൂയ അത് എവിടുത്തെ മോൻ്റെ ഭാര്യയാണെന്ന് പറയാനൊക്കെ അറിയാം. പക്ഷെ എൻ്റെ മോടെ പേരും അമ്മ മറന്നുപോയി. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ അങ്ങനെ ഒരു എൻ്റെ കുഞ്ഞിക്കൊക്കെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒത്തിരി ഹല്ലേലൂയ സ്തോത്രം കഷ്ടപ്പെടുവാനൊക്കെ ഇടയായി. സ്തോത്രം. സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ ഹല്ലേലൂയ അനവധി കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ഇനിയുമുണ്ട്. ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനേകർ ഹല്ലേലൂയ വിശ്വാസത്തിൽ കടന്നു വരേണ്ടവരുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് 13 പേരുണ്ട്. അതിൽ 12ാമൻ എൻ്റെ ഹസ്ബൻഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആരും വിശ്വാസത്തിൽ ഇതുവരെ കടന്നു വന്നിട്ടില്ല. ഹല്ലേലൂയ സ്നാനപ്പെട്ട ഒരാൾ നിൽപ്പുണ്ട്. പക്ഷേ അവരുടെ പള്ളിയിലാണ് പോകുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ജോസഫ് മാത്യു പാസ്റ്റർ പറയുന്ന പോലെ ഞാനിപ്പോഴും ഹല്ലേലൂയ പേര് വെച്ച് ഓരോരുത്തരുടെ പേര് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അവരൊക്കെ വിശ്വാസത്തിൽ കടന്നു വരേണ്ടതിന് വേണ്ടി ആ നിത്യതയുടെ എനിക്ക് ഈ ഭൂമിയിലെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ആർക്കും പണം കൊടുത്ത് തൃപ്തിപ്പെടുത്താനോ ഹല്ലേലൂയ മറ്റു കാര്യങ്ങളിലൊന്നും ഹല്ലേലൂയ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അവർ നിത്യതയിൽ കാണും. ഹല്ലേലൂയ ഇത്രയും ഹല്ലേലൂയ എൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കളോട് ദൈവദാസന്മാരോട് ഒക്കെയുള്ള നന്ദി അറിയിക്കുന്ന പ്രത്യേക ഹല്ലേലൂയ പ്രയർ ലൈൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാണ്. ഹല്ലേലൂയ എൻ്റെ വിശ്വാസ ജീവിതത്തിന് എനിക്ക് അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഹൃദ്യമായി സംസാരിച്ചെന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ ഈ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ ഹല്ലേലൂയ ഈ അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസന് ജോസഫ് മാത്യു പാസ്റ്ററിനോടും ഹല്ലേലൂയ കുടുംബത്തോടും ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രയർ ലൈനിലുള്ള ദൈവത്തിന്റെ ദാസന്മാര് ദൈവദാസിമാര് ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് അവരെല്ലാം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഒരു ദിവസം ശബ്ദം കേട്ടില്ലെങ്കിൽ ഹല്ലേലൂയ എൻ്റെ ദൈവമക്കളെ ചോദിക്കും ഹല്ലേലൂയ കേട്ടില്ലല്ലോ എന്തെങ്കിലും അസുഖമാണ്. ഇത്ര ഒരു
ഹല്ലേലൂയ സ്നേഹിക്കുന്ന ഹല്ലേലൂയ ഒരു ഫാമിലി, ഒരു പ്ലാൻ ഫാമിലി, അതെന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാണ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് കണ്ണുനീരോടെ അല്ലാതെ പറയാൻ കഴിയത്തില്ല. എൻ്റെ ദൈവം എന്നെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാൻ പലതും അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവം എന്നെ നടത്തി എൻ്റെ മകളെ സുവിശേഷ വേലയിലായിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം. എൻ്റെ കുഞ്ഞ് ഹല്ലേലൂയ ഫിസിയോതെറാപ്പിയുടെ ഹല്ലേലൂയ മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തു. ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ അതുപോലെ മരുമകനും ഹല്ലേലൂയ 2 പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള കർത്താവിൻ്റെ ദാസന പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ വിവാഹം. അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അവരുടെ വിവാഹത്തിന് ഹല്ലേലൂയ ഏതാണ്ട് 10-50 പേരോളം രക്ഷിക്കപ്പെടുവാനിടയായി. ഒരു ആത്മീയ ശുശ്രൂഷ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ അവരുടെ വിവാഹത്തിന് നടന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ്. അവരുടെ വിവാഹത്തിന് ഹല്ലേലൂയ ഓട്ടപ്പോൾ കൊടുത്തപ്പോൾ ഹല്ലേലൂയ 50 പേര് രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി. അനേക അച്ഛന്മാർ അവരുടെ വിവാഹത്തിനുണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു കുടുംബ ജീവിതം അവർ നയിക്കുന്നു. അവർക്ക് 4 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ അവർ രണ്ടുപേരും ജോലി ചെയ്യാതെ ഹല്ലേലൂയ എൻ്റെ മകള് ഹല്ലേലൂയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം അവരായിരിക്കുന്നു. അവരൊരു പയനിയർ വർക്ക് ചെയ്യുന്നു. അനേക ഹല്ലേലൂയ നശിച്ചു പോകുന്ന എറണാകുളം പട്ടണത്തിന്റെ പ്രദേശത്ത് ഹല്ലേലൂയ സ്തോത്രം അനേകർ ഹല്ലേലൂയ സ്തോത്രം വല്ലാത്ത അനുഭവങ്ങളിൽ കൂടിയൊക്കെ പോകുന്ന പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഒരു അമേരിക്കയുടെ ഹല്ലേലൂയ സ്തോത്രം ഒരു ജനസമൂഹത്തിന്റെ ഒരവസ്ഥ തന്നെ അവിടെയും ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ ഇടയിൽ കർത്താവിന്റെ ദാസൻ അവരെ ഹല്ലേലൂയ പോയി വർക്ക് ചെയ്യുന്നു. ഇന്ന് അനേകരെ ദൈവഭാഗത്തുണ്ട്. അനേകരെ ഹല്ലേലൂയ കർത്താവിൽ നയിക്കപ്പെടുവാൻ അവരെ ദൈവം ഒരുക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇതിൽ നിൽക്കുവാൻ കരയുവാൻ ഒരു ചെവി അറിയാതെ അനേകരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പല കാര്യങ്ങളും ഹല്ലേലൂയ സ്തോത്രം നന്നായിട്ട് ചെയ്തത് മുഖാന്തരം അവരൊക്കെ ഇന്ന് വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവരെയൊക്കെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ വിഷയങ്ങളൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതിന്റെ മകനും ഫാമിലിയും കാനഡയിലായിരിക്കുന്നു. സ്തോത്രം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊന്ന് മാത്രം ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ വിലയേറിയ പ്രാർത്ഥന ഹല്ലേലൂയ ചോദിക്കുന്നു. ഹല്ലേലൂയ ഇത്രത്തോളം നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് നന്ദിയോടെ സ്തോത്രം. ഇത് എൻ്റെ സാക്ഷ്യത്തിന്റെ ഒരു വാക്കെങ്കിലും ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഒരു ഉപകാരമായി ഹല്ലേലൂയ വരേണ്ടതിന് ദൈവസന്നിധിയിൽ ഞാൻ എന്നെ താഴ്ത്തി അനേകര കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഹല്ലേലൂയ സ്തോത്രം പ്രതിസന്ധികളിലും കൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസമായെങ്കിൽ ഹല്ലേലൂയ എൻ്റെ ഈ സാക്ഷ്യം ഹല്ലേലൂയ ധന്യമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനവധി വിഷയങ്ങൾ ഹല്ലേലൂയ ഇനിയും പറയാനുണ്ട്. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന് അതിനുവേണ്ടി കൈത്താങ്ങല് തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ ഞാൻ ഹല്ലേലൂയ അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷി തന്നെ ഞാൻ വിരമിച്ചുകൊണ്ടത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.